Good morning, all. Good morning, ma'am. Okay, good morning. Good morning, ma'am. Okay, good morning. No. ABCD. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് ഇതൊക്കെ വായിച്ചു നോക്കിയായിരുന്നോ? നോക്കിയായിരുന്നോ? എന്തെങ്കിലൊക്കെ ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഒന്നുമില്ല. ഇനിമേ നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പ്രധാനമായിട്ടും ആ ജോബ് അനാലിസിസുമായി ബന്ധപ്പെട്ട് അല്ലെ നല്ല രീതിയിൽ അനലൈസ് ചെയ്ത കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട് തന്നെയാണ് ഡിസ്കസ് ചെയ്തത്. അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് നമുക്ക് ഇനിയും എടുക്കാനുള്ളത്. നോക്കാം. ജോബ് അനലൈസില് അല്ലെ അവിടെ പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് അതിൻ്റെതായിട്ടുള്ള അപനഹരില് എപ്പോഴും നമുക്കറിയാം ഒരു ഡിസൈൻ അല്ലെ നല്ല രീതിയിൽ ചിട്ടയോട് കൂടിയിട്ടുള്ള ഒരു സ്ട്രക്ചറോട് കൂടിയിട്ടുള്ള ഒരു ജോബാണ് എങ്കിൽ തീർച്ചയായിട്ടും അവിടെ കൃത്യമായിട്ട് അവർക്ക് അവരുടെ അല്ലെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് കണ്ടെത്താനും അതനുസരിച്ചിട്ട് തന്നെ അവരുടെ വർക്കുകൾ കൈകാര്യം ചെയ്തെടുക്കാനും സാധിക്കും അല്ലെ. നമ്മൾ ഇവിടെ വരെയാണ് എടുത്തു നിർത്തിയത് അല്ലെ ജോബ് അനാലിസിസില്. ഓക്കെ, അതിലെ നമ്മൾ ജോബ് ഡിസ്ക്രിപ്ഷനും അതേപോലെ തന്നെ ജോബ് സ്പെസിഫിക്കേഷനും കണ്ടിരുന്നു അല്ലെ. അപ്പൊ അതില് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ജോലിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതേമാതിരി തന്നെ ആ ജോലി ചെയ്യുന്ന അല്ലെ ഒരു പേഴ്സൺ അല്ലെ ആ പേഴ്സണ് എത്രത്തോളം കഴിവ്, എബിലിറ്റീസ് അല്ലെങ്കിൽ നോളജ്, എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന റെസ്പോൺസിബിലിറ്റി, ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഉത്തരവാദിത്തങ്ങൾ, അങ്ങനെ എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ജോബ് സ്പെസിഫിക്കേഷനുമാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് തന്നെ പഠിച്ചത്. ഇതിന്റെ പർപ്പസ് അല്ലെ, പ്രധാനമായിട്ടും ഈ അനാലിസിസ് നടത്തുന്നതിന്, ഈ ഒരു ജോബിനെ കുറിച്ചിട്ട് ഇത്രയും വിശകലനം നടത്തുന്നതിന്റെ പ്രാധാന്യം അല്ലെ, അതിന്റെ ഉദ്ദേശ്യം എന്താണെന്നുള്ളത് കൂടിയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളത്. അപ്പൊ മനസ്സിലാക്കുക, ഇങ്ങനെ ഒരു അനാലിസിസ് നടത്തേണ്ട ആവശ്യകതയുണ്ടോ? തീർച്ചയായിട്ടും ഒരു ജോലി എന്ന് പറയുമ്പോൾ
ഒരു പേഴ്സണെ കണ്ടെത്തുക, ആ ജോലി അല്ലെ അവർക്ക് കൃത്യമായിട്ട് തന്നെ അവൈലബിൾ ആക്കുക എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള കാര്യം നടത്തുന്നതിന് ഇത്രയും വലിയൊരു അനാലിസിസ് നടത്തേണ്ട, ഇത്രയും നല്ല വിശദമായിട്ടുള്ള വിശകലനം നടത്തേണ്ട ഒരു ആവശ്യകതയുണ്ടോ? ഉണ്ടാവോ? അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ കയറിയവർക്ക് അറിയാൻ പറ്റും അല്ലേ, നമ്മള് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താന്നുള്ളതും അതേമാതിരി തന്നെ ജോബ് സ്പെസിഫിക്കേഷൻ എന്താന്നുള്ളതൊക്കെ വിശദീകരിച്ചു. അപ്പൊ ഇത്രയും വിശകലനമായിട്ട് തന്നെ നമ്മൾ ജോലിയെ കൈകാര്യം ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളത് പ്രധാനമായിട്ടുള്ള ചോദ്യം. അപ്പൊ അങ്ങനെ ആവശ്യമുണ്ടോ? അങ്ങനെ വിശകലനം ചെയ്യേണ്ടതുണ്ടോ? ഒരു വേക്കൻസി വേണ്ടി വരും അല്ലെ? എന്തുകൊണ്ട് അങ്ങനെ വേണ്ടി വരും എന്ന് പറയുന്നത്, പ്രധാനമായിട്ട് നമുക്കറിയാം എന്താണ്, ഒരു കറക്റ്റ് പേഴ്സണെ നമ്മൾ കണ്ടെത്തണം അല്ലെ. ഒരു ജോലി വന്നു കഴിഞ്ഞാൽ, ഒരു വേക്കൻസി വന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അതിന് ഫിറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണെ തന്നെ അപ്പോയിന്റ്മെന്റ് കൊടുക്കണം. ഇൻ കേസ് അങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണെ എല്ലാം അപ്പോയിന്റ്മെന്റ് കൊടുക്കണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്കറിയാം അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് മാച്ച് ആവണമെന്നില്ല അല്ലെ, നല്ല പ്രതീക്ഷിച്ച റിസൾട്ടിലേക്ക് എത്തിപ്പെടണമെന്നില്ല. അത് മാത്രമല്ല നമ്മളിപ്പോ കണ്ടെത്തുമ്പോൾ ആ ജോലി എന്ന് പറയുന്നത്, ആ ജോലിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു പേഴ്സണെ കണ്ടെത്തുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, ഈ വ്യക്തിക്ക് അല്ലെ പല തരത്തിലുള്ള ഗുണങ്ങളുണ്ടോ എന്ന് അനലൈസ് ചെയ്യണം. അതായത് ചിലപ്പോൾ വേണമെങ്കിൽ അക്കാദമിക് ക്വാളിഫിക്കേഷൻ ഉണ്ടാവാം, നല്ല എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ ചില ജോലി എന്ന് പറയുന്നത് അതിലെ വൈകാരികമായിട്ടുള്ള ചില ആറ്റിറ്റ്യൂഡും കൂടി അതിൽ ഉൾക്കൊള്ളേണ്ടതാണ് അല്ലെ. നമ്മൾ ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നതിനിടയ്ക്കൊക്കെ അല്ലെ, ചില കേസുകൾ ഒരു കാഷ്വാലിറ്റിയിലൊക്കെ നമ്മൾ ഒരു അപ്പോയിന്റ്മെന്റ് കൊടുക്കുമ്പോൾ അവർ ഓക്കെ ആയിരിക്കും അല്ലെ, ഏബിൾ ആയിരിക്കും ആ പേഴ്സൺ. അതേസമയം എന്താണ്, അദ്ദേഹത്തിന് നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവും. പക്ഷെ ചില പെട്ടെന്ന് വരുമ്പോൾ അതിനെ ഫേസ് ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി കൂടി അദ്ദേഹത്തിന് വേണം അല്ലെ. അപ്പൊ വൈകാരിക ബന്ധം കൂടി തീർച്ചയായിട്ടും അതിന് അനുസൃതമായിട്ട് തന്നെ വേണം. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതില് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ അവിടെ ജോബ് അനാലിസിസില് ഈ ജോബ് ഡിസ്ക്രിപ്ഷനെ കുറിച്ചിട്ടും ജോബ് സ്പെസിഫിക്കേഷനെ കുറിച്ചിട്ടും നല്ലൊരു ബോധ്യം ഉണ്ടാവണം. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇതിന്റെ ഉദ്ദേശത്തിൽ അല്ലെ, ഈ ഒരു അനാലിസിസ് നടത്തുന്നതിന്റെ ഉദ്ദേശത്തിനെ കുറിച്ചിട്ടും എടുത്ത് പറയുന്നത്. ജോബ് അനാലിസിസ് പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ, ജോബ് ഇവാലുവേഷൻ, ജോബ് ഡിസൈനിങ് ആൻഡ് deciding compensation and benefits packages, performance appraisal, analyzing trading and development needs, assigning the worth of a job and increasing personal as well as organizational productivity. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ത് കാര്യം അല്ലെ, ഒരു ജോബിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്നുള്ളത് ഇതാണ് എങ്കിൽ തന്നെ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെ. ഒരു പെർഫോമൻസ് ആണെങ്കിൽ അത് നല്ല രീതിയിൽ ആ ജോലിയെ കുറിച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യണം അല്ലെ. നല്ല രീതിയിൽ ജോലിയെ കുറിച്ച് ഇപ്പൊ എവിടെയാണ് വേക്കൻസി വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് നല്ല രീതിയിൽ തന്നെ ഇവാലുവേറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ ആ ജോലി എന്ന് പറയുന്നത് എന്താണ്, ഒരു സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ജോലിയാണോ, അതല്ലെങ്കിൽ ഇൻ കേസ് അതിൽ ഇൻ കേസ് അവിടെ ആരെങ്കിലും ഒരു ആബ്സെന്റീസം വന്നു കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് അതിനെ അല്ലെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനായിട്ട് സാധിക്കുമോ, അങ്ങനെ പല കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു അനലൈസേഷൻ അവിടെ ആവശ്യമാണ് അല്ലെ. അപ്പൊ നമുക്ക് എന്താണ് പ്രധാനമായിട്ടും ഇതിൽ എടുത്തു പറയുന്നത്, അതിന്റെ ടേബിൾ അവിടെ കൃത്യമായിട്ട് വിവരിച്ചിട്ടുണ്ട്. എന്താണ് റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ, ക്രിയേറ്റിംഗ് റൈറ്റ് ഫിറ്റ് ബിറ്റ്വീൻ എ ജോബ് ആൻഡ് കാൻഡിഡേറ്റ്, പെർഫോമൻസ് അനലൈസിംഗ്, ഇവാലുവേഷൻ ആൻഡ് അപ്രൈസൽ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് നീഡ് അനാലിസിസ്, പർപ്പസ് ഓഫ് ജോബ് അനാലിസിസ്, കോമ്പൻസേഷൻ മാനേജ്മെന്റ്, ജോബ് ഡിസൈനിങ് അല്ലെ. ഇതെന്ന് പറയുമ്പോൾ ഒരു സെലക്ഷൻ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അല്ലെ അതിൽ എല്ലാം കൂടി ഉൾപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ എന്താണ്, ഈ പ്രവർത്തനങ്ങൾ അല്ലെ തൊഴിലിന്റെ വിശകലനത്തിൽ ഇതിന് എല്ലാത്തിനും ഒരു പ്രാധാന്യമുണ്ട് അല്ലെ. ഒരു തൊഴിൽ വിശകലനം നടത്തുക എന്ന് പറയുമ്പോൾ ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റിയെ കൂടി അനലൈസ് ചെയ്യണം. ആ വ്യക്തിയെ നമ്മൾ റിക്രൂട്ട്മെന്റ് നടത്തേണ്ട രീതി അല്ലെ, നമ്മൾ കണ്ടായിരുന്നു റിക്രൂട്ട്മെന്റ് കാര്യങ്ങളൊക്കെ ഇനി നെക്സ്റ്റ് ചാപ്റ്ററിലൊക്കെ ഒരുപാട് ധാരാളം പഠിക്കാനുണ്ട് അല്ലെ. നല്ലൊരു പേഴ്സണെ കണ്ടെത്തേണ്ട ഒരു റിക്രൂട്ട്മെന്റ് നടപടികളിലേക്ക് എത്തേണ്ടതുണ്ട്. നല്ല റിക്രൂട്ട്മെന്റ് നടത്തിയാലാണ് കൂടുതൽ ആപ്ലിക്കേഷൻസ് നമുക്ക് അല്ലെ ഒരു വേക്കൻസിക്ക് അത് ആവശ്യമായിട്ടുള്ള വ്യക്തികളുടെ ആപ്ലിക്കേഷൻസ് കിട്ടുകയുള്ളൂ. ഇൻ കേസ് റിക്രൂട്ട്മെന്റ് നടപടികൾ നല്ല രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യാത്തതാണ് എങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ആപ്ലിക്കേഷൻസ് കുറയും അല്ലെ. നമ്മളിപ്പോ ഒരു കമ്പനിയിൽ നമ്മൾ എന്താണ് ആപ്ലിക്കേഷൻസ് കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ റിക്രൂട്ട്മെന്റ് നടപടികളെ കുറിച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്യും, വിശകലനം ചെയ്യും. ആരെങ്കിലും വെറുതെ ഒരു ആപ്ലിക്കേഷൻ കൊണ്ട് കൊടുക്കോ?
ഇല്ല, നമ്മളൊക്കെ ഫേവറബിൾ ആണോ എന്ന് നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കും. അതായത് മതിയായ ശമ്പളം ഉണ്ടോ, മതിയായ ഇൻസെന്റീവ്സ് ഒക്കെ ഇവിടെ തരുന്നുണ്ടോ, ആനുകൂല്യം അല്ലെ ലീവ് കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണോ, നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണോ എന്നുള്ള പാക്കേജസ് അല്ലെ, അവർ തരുന്ന പാക്കേജസുകളൊക്കെ നമുക്ക് ഫേവറബിൾ ആണോ എന്ന് നോക്കിയതിന് ശേഷമാണ് ആപ്ലിക്കേഷൻസ് കമ്പനിയിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് തയ്യാറാവുള്ളൂ അല്ലെ. അപ്പൊ റിക്രൂട്ട്മെന്റ് എന്ന ആ ഒരു പ്രോസസ്സ് നടത്തുന്നതിന് മുമ്പ് തന്നെ അവിടെയുള്ള ബിസിനസ് അല്ലെ, ആ ഓർഗനൈസേഷൻ സ്ഥാപനം അതിനെ കുറിച്ചിട്ട് നല്ല രീതിയിൽ വിശകലനം ചെയ്യും അല്ലെ. മതിയായ ആപ്ലിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് എന്തെല്ലാം അതിൽ ഉൾപ്പെടുത്തും അല്ലെ, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ അതിൽ ഉൾപ്പെടുത്തിയതിനു ശേഷമാണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് നടപടികളിലേക്ക് കിടക്കുകയുള്ളൂ. അപ്പൊ എന്താണ് ജോബ് അനലൈസിസിൽ ഏതാണ് പ്രധാനപ്പെട്ടതായിട്ടുള്ള റിക്രൂട്ട്മെന്റ് കാര്യങ്ങൾ പെടുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? റിക്രൂട്ട്മെന്റിനെ കുറിച്ചിട്ട് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ജസ്റ്റ് ഒരു ഐഡിയ ഞാൻ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഓക്കെ, ഒരു ആപ്ലിക്കേഷൻസ് നമ്മൾ ഏതെങ്കിലും ഒരു ഓഫീസിൽ സബ്മിറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ആവശ്യമായ അല്ലെ, നമ്മൾക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വ്യക്തമായിട്ട് ഇവാലുവേറ്റ് ചെയ്തതിനു ശേഷമാണ് നമ്മൾ അവിടേക്ക് ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുകയുള്ളൂ അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഓർഗനൈസേഷൻ റിക്രൂട്ട്മെന്റ് നടപടികൾ നല്ല ക്ലിയർ ആയിട്ട് അല്ലെ, ഒരുപാട് അപേക്ഷകൾ കിട്ടത്തക്ക വിധത്തിൽ അത് ആസൂത്രണം ചെയ്തിട്ട് എന്തൊക്കെ ഉൾപ്പെടുത്തണം, എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ഉൾപ്പെടുത്തണോ, സാലറി ഇത്രയും രീതിയിൽ ഉൾപ്പെടുത്തണോ അല്ലെ, അവരെ ആകർഷിക്കത്തക്ക വിധത്തില് കാൻഡിഡേറ്റിനെ ആകർഷിക്കത്തക്ക വിധത്തിൽ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചിട്ട് മാത്രമാണ് റിക്രൂട്ട്മെന്റ് നടപടികൾ പൂർത്തിയാക്കുകയുള്ളൂ. ഓക്കെ, വീണ്ടും സെലക്ഷൻ അല്ലെ, ഇവിടെ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ സെലക്ഷൻ നടപടികളുണ്ട്. അതായത് കിട്ടിയിരിക്കുന്ന അപേക്ഷകളിൽ നിന്നും അനുയോജ്യമായ ഒരു പേഴ്സണെ കണ്ടെത്തണം അല്ലെ. ഇവിടെ ഒരു ജോബ് അനാലിസിസ് എന്ന് പറയുമ്പോൾ മതിയായ കൃത്യമായ പേഴ്സണെ തന്നെ കണ്ടെത്തണം അല്ലെ. അപ്പൊ കൃത്യമായ പേഴ്സണെ കണ്ടെത്തണമെങ്കിൽ തീർച്ചയായിട്ടും റിക്രൂട്ട്മെന്റ് നടപടി ആദ്യം തന്നെ ആ സ്ഥാപനം നടത്തേണ്ടതുണ്ട്. റിക്രൂട്ട്മെന്റ് നടത്തി കഴിഞ്ഞ് കിട്ടിയിരിക്കുന്ന ആപ്ലിക്കേഷനിൽ നിന്ന് നല്ല യോജ്യമായ വ്യക്തിയെ സെലക്ട് ചെയ്യേണ്ടതുണ്ട് അല്ലെ. അപ്പൊ ഈ സെലക്ഷൻ പ്രൊസീജിയേഴ്സും ഒരുപാട് മേഖല അല്ലെ, അത് ഇലാബറേറ്റ് ചെയ്ത് തന്നെയാണ് കിടക്കുന്നത്. കാരണം പല രീതിയിൽ വ്യക്തിയെ സെലക്ട് ചെയ്യാം. ഇന്റർവ്യൂ നടത്തിയോ, ടെസ്റ്റുകൾ നടത്തിയോ അല്ലെ, എന്തെങ്കിലുമൊക്കെ ജോലി എന്തെങ്കിലും ചെയ്ത് അല്ലെ, ട്രെയിനിങ് ഒരു 2 മാസത്തെ ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ ഒരു ആഴ്ചത്തെ ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ട് ഓക്കെ ഇവാലുവേറ്റ് ചെയ്യാം. ഓക്കെ, സൂട്ടബിൾ ആയ പേഴ്സൺ ആണോ എന്ന് കണ്ടെത്തിയിട്ട് അവരെ പെർമനന്റ് ആക്കാം. അങ്ങനെ പല രീതിയിൽ സെലക്ഷൻ നടപടികൾ നടത്താം. ഇന്റർവ്യൂ നടത്തിയിട്ട് വേണമെങ്കിൽ സെലക്ഷൻ നടപടികൾ നടത്താം. അതേമാതിരി തന്നെ അല്ലേ, ഏതെങ്കിലും ഒരു വെസ്റ്റബിൾ ട്രെയിനിങ് അങ്ങനെയൊക്കെ കുറെ സെലക്ഷൻ ട്രെയിനിങ്ങുകൾ നിങ്ങൾക്ക് ധാരാളം പഠിക്കാനുണ്ട്. അപ്പൊ അവിടെയും എന്താണ് ഈ സെലക്ഷൻ പ്രോസസ്സും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെ. ഏത് രീതി വേണമെങ്കിൽ ഒരു ഓർഗനൈസേഷന് ഫോളോ ചെയ്യാൻ പറ്റൂ അല്ലെ, ആ രീതി അനുസരിച്ചിട്ട് തന്നെ അവര് സെലക്ഷൻ നടപടികളിലേക്ക് പോകുന്നു. ദെൻ ജോബ് ഇവാലുവേഷൻ, ജോലിയെ കുറിച്ചിട്ട് വിലയിരുത്തും അല്ലെ. ജോബ് ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ജോലി എത്രത്തോളം അല്ലെ, എത്രത്തോളം ഡ്യൂറേഷൻ എടുക്കുന്ന ഒരു ജോലിയാണ്. നമ്മളിപ്പോ ഒരു പ്രൊജക്ട് ഉണ്ടെങ്കിൽ ആ പ്രൊജക്ട് അല്ലെ എപ്പോഴാണ് തീരുന്നത്, അതിൽ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തേണ്ടതുണ്ട് അല്ലെ. ജോലിയെ കുറിച്ചിട്ട് നല്ല രീതിയിൽ അനലൈസ് ചെയ്യണം. ഞാൻ വീണ്ടും ജോബ് ഡിസൈനിങ് അല്ലെ, ജോബ് ഡിസൈൻ നമ്മൾ നേരത്തെ കണ്ടിരുന്നു. വളരെ ലളിതമായ രീതിയിലും ഒരു സ്ട്രക്ചറോട് കൂടിയിട്ടും ഡിസൈൻ ചെയ്യണം അല്ലെ. അല്ലെങ്കിൽ എന്താണ് ജോലിയിൽ ജോബ് വർക്കേഴ്സ് അവർക്ക് എന്താണ് ഡ്യൂട്ടി എന്നൊന്നും കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയില്ല. നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുകയുമില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ് റിസൾട്ട് കൃത്യമായിട്ടുള്ള രീതിയിൽ അവർക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ നല്ല രീതിയിൽ ജോലിയെ കുറിച്ചിട്ട് ഡിസൈൻ ചെയ്യണം. ദെൻ ഡിസൈഡിങ് കോമ്പൻസേഷൻ നോക്കുകയാണെങ്കിൽ എന്താണ് കോമ്പൻസേഷനുകൾ വാഗ്ദാനം ചെയ്യണം അല്ലെ. ഇവര് ചെയ്യുന്ന ജോലിക്ക് സാധാരണ രീതിയിൽ ഒരു സാലറി പാക്കേജസ് എല്ലാവരും കൊടുക്കും അല്ലെ. അതേസമയം അതിൽ കൂടുതൽ എന്തെങ്കിലും വാഗ്ദാനം ഉണ്ടെങ്കിലായിരിക്കും ഏതോ ഒരു കാൻഡിഡേറ്റും അത്തരത്തിലുള്ള ജോലിക്ക് വേണ്ടിയിട്ട് തയ്യാറാവുള്ളൂ അല്ലെ. ഒരു കോമ്പൻസേഷൻ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ, എന്തെങ്കിലും നഷ്ടപരിഹാരങ്ങൾ, അതായത് അവർ ചെയ്യുന്ന ഡ്യൂട്ടിക്ക് അനുസരിച്ചിട്ട് കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ അല്ലെ, അതിനനുസരിച്ചിട്ടായിരിക്കും ഏതൊരു എംപ്ലോയിയും ഒരു തൊഴിൽ ചൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതനുസരിച്ചുള്ള കോമ്പൻസേഷനെ കുറിച്ചിട്ടൊക്കെ തീരുമാനിക്കേണ്ടതുണ്ട്. ബെനിഫിറ്റ് പാക്കേജസ് അല്ലെ, മറ്റേതെങ്കിലും തരത്തിലുള്ള ബെനിഫിറ്റ്, അതായത് നമുക്കറിയാം ഒരു കമ്പനി അല്ലെ, മിക്കപ്പോഴും നമുക്കറിയാം നല്ല ഏബിൾഡ് ആയിട്ടുള്ള പേഴ്സൺസ് എന്താണ് ചിലപ്പോൾ ഒരു കമ്പനിയിൽ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷെ ഇത്തിരി കൂടി നല്ല ബെനിഫിഷ്യൽ പാക്കേജസ് മറ്റ് കമ്പനികൾ വാഗ്ദാനം ചെയ്യുന്നെങ്കിൽ എന്താ ചെയ്യുക, അവരെ ഇവിടെ നിന്ന് വിട്ടുപോകാനായിട്ട് ശ്രമിക്കും. അങ്ങനെ ഉണ്ടാവില്ലേ, വിട്ടുപോകാനായിട്ട് ശ്രമിക്കില്ലേ? നിങ്ങൾ മെസ്സേജ് അയക്കാട്ടോ, കാരണം ഇതിങ്ങനെ ക്ലാസ് വരാതെ പറഞ്ഞു പോകേണ്ട ഒരു
ഇച്ചിരിയുള്ളൂ എങ്കിലും ആ ടോപ്പിക്കിലെ എല്ലാം ചെറിയ ചെറിയ പോയിന്റ്സ് ആണ്. എന്നാൽ വലുതായിട്ട് ഇവാലുവേറ്റ് ഒരുപാട് വലിയ ടോപ്പിക് തന്നെയാണ്. ഇപ്പോൾ സെലക്ഷൻ എന്നൊക്കെ പറഞ്ഞ ഒരു 2-3 പേജ് കവർ ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ്. റിക്രൂട്ട്മെന്റ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് അല്ലെ. എല്ലാത്തിനെയും കുറിച്ചിട്ട് ഒരുപാട് ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക്കാണ്. പക്ഷെ ഇത് ഒരു ജോബിനെ കുറിച്ചിട്ടൊരു വിശകലനം എന്നുള്ള ഒരു പദത്തിലേക്ക് വരുമ്പോൾ അതിന്റെ ഉദ്ദേശം എന്താണെന്നുള്ള ഐഡിയയിലേക്കാണ് നമ്മൾ എത്തിപ്പെടുന്നത്. അപ്പൊ ഇതെല്ലാം തന്നെ കുറേശ്ശെങ്കിലും നിങ്ങൾ മനസ്സിലാക്കി പോകേണ്ടതുണ്ട്. അപ്പൊ അതെന്താണ് കോമ്പൻസേഷൻ അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഒരു നല്ല ഒരു ജോലിയിൽ വർക്ക് ചെയ്യുമ്പോൾ അനദർ പാക്കേജസ് അല്ലെ, ഇച്ചിരി കൂടി ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജസ് മറ്റു ജോലിക്കാർ തരുന്നത്, മറ്റൊരു കമ്പനി ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലേക്ക് പോകാൻ ശ്രമിക്കും. അപ്പൊ നല്ല ഏബിൾഡ് ആയിട്ടുള്ള പേഴ്സൺ ഒക്കെ ആണെങ്കിൽ അങ്ങോട്ടേക്ക് ചാടിപ്പോയാൽ തീർച്ചയായിട്ടും കമ്പനിയെ സംബന്ധിച്ച് നഷ്ടം തന്നെയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ബെനിഫിറ്റ് പാക്കേജസിനൊക്കെ നല്ല രീതിയിൽ തന്നെ ആസൂത്രണം ചെയ്തിട്ടാണ് അവര് അവതരിപ്പിക്കേണ്ടത്. ദെൻ പെർഫോമൻസ് അപ്രൈസർ. ഓക്കെ, നമ്മൾ ഇത്തരത്തിലുള്ള പാക്കേജസും ഈ പറഞ്ഞോളം റിക്രൂട്ട്മെന്റ് ഒക്കെ നടത്തി സെലക്ഷൻ ഒക്കെ നടത്തി എന്താണ് അവരെയൊക്കെ നിയമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ ഇവര് എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അല്ലെ വിലയിരുത്തേണ്ടതുണ്ട്. അവരുടെ പ്രകടനം ഓക്കെ ആണെങ്കിൽ അതനുസരിച്ചിട്ട് അവർക്ക് ഇച്ചിരി കൂടി അല്ലെ ഡെവലപ്മെന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ പെർഫോമൻസ് അപ്രൈസൽ നടത്തേണ്ടതുണ്ട്. ദെൻ അനലൈസിങ് ട്രെയിനിങ്. അതെ, ഓക്കെ, ഇൻ കേസ് ഇങ്ങനെ ഒരു പെർഫോമൻസ് നടത്തിക്കൊണ്ടിരിക്കാതെ ചിലപ്പോൾ എന്താണ് വിചാരിച്ച ഒരു ഡിസൈഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ്സിലേക്ക് അല്ലെ ഒരു ലക്ഷ്യത്തിലേക്ക് ഈ വ്യക്തിക്ക് എത്താൻ പറ്റുന്നില്ല. നമ്മൾ ഉദ്ദേശിച്ച റിക്രൂട്ട്മെന്റ് നടപടി സെലക്ഷൻ ഒക്കെ നടത്തി നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു പെർഫോമൻസിലേക്ക് ആ ഒരു എംപ്ലോയി എത്തിയില്ല എങ്കിൽ എന്താണ്, എന്തുകൊണ്ട് എത്താൻ പറ്റിയില്ല അല്ലെ, അതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇൻ കേസ് അവർക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് കറക്റ്റ് ആയിട്ടുള്ള സമയത്ത് ലഭ്യമാക്കാത്തത് കൊണ്ടാണോ, അതല്ലെങ്കിൽ ടൈം ക്യാരി അല്ലെ അവർക്ക് കൃത്യമായ സമയം അലോട്ട് ചെയ്യാത്തത് കൊണ്ടാണോ അവർക്ക് നല്ല പെർഫോമൻസ് എത്താൻ പറ്റാത്തത്, ഇൻ കേസ് അവർക്ക് സ്പീഡ് കുറഞ്ഞത് കൊണ്ടാണോ അല്ലെ, അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് എന്താണ് അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് പാക്കേജസ് കൊടുക്കണം അല്ലെ. അതിന് ഇൻ കേസ് അങ്ങനെ ഒരു സംഭവം ഇല്ലാതിരിക്കണം, അവർ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്താൻ തന്നെ ഈ വ്യക്തിയെ പ്രാപ്തമാക്കുന്ന തരത്തിലുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ എന്താണ് ഇവർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കണം. ദെൻ വീണ്ടും ഡെവലപ്മെന്റ് നീഡ്സ് അല്ലെ, അവരുടെ വികസന പ്രവർത്തനങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. അതായത് ഒരു ട്രെയിനിങ് എന്ന് പറയുമ്പോൾ അല്ലെ ഒരു ചെറിയൊരു ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞിട്ട് അവർക്ക് അവരുടെ സ്കില്ലും നോളജും വികസിപ്പിക്കുന്നുണ്ടായെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അതുകൊണ്ട് ഗുണമുണ്ടായി അല്ലെ. അങ്ങനെയല്ലേ ട്രെയിനിങ് കൊടുത്തിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് എങ്ങനെ അനലൈസ് ചെയ്യാൻ പറ്റുക? വിചാരിച്ച ഒരു കപ്പാസിറ്റിയിലേക്ക് അല്ലെ അവരെങ്ങനെയാ അത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് എങ്ങനെ വിലയിരുത്താൻ പറ്റാം? ഒരു ട്രെയിനിങ് കൊടുത്തു, അപ്പൊ ആ ട്രെയിനിങ് കൊടുക്കുന്നത് ഒരുപക്ഷെ സ്പീഡിൽ കൈകാര്യം ചെയ്യാൻ പറ്റാത്തത് കൊണ്ടോ സ്പീഡിൽ അവർക്ക് അല്ലെ അവരെ കുറിച്ച് എന്തിനെങ്കിലും കുറിച്ച് ഒരു നോളജ് ലഭ്യമാക്കി കൊടുക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് എന്താണ് അവരുടെ സ്കില്ലും അവരുടെ അറിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത് അല്ലെ. ആ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ള പ്രോഗ്രാം നിങ്ങൾക്ക് അതും നിങ്ങൾക്ക് ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ഒരൊറ്റ ചാപ്റ്റർ ആയിട്ട് തന്നെയാണ് അത്. 3rd ചാപ്റ്റർ എന്ന് പറയുന്നത് അല്ലെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. ഇതൊക്കെ വലിയൊരു ചാപ്റ്റേഴ്സ് ആയിട്ട് തന്നെ പഠിക്കേണ്ടതാട്ടോ. അപ്പൊ ജസ്റ്റ് ഇത് പക്ഷേ മനസ്സിലാക്കി പോകുക. ട്രെയിനിങ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന കാര്യം നമ്മൾ തീർച്ചയായിട്ടും അവർക്ക് പകർന്നു കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ സ്കില്ലും നോളജും വികസിപ്പിച്ചു കൊണ്ടുവരാൻ അല്ലെ. അപ്പൊ അതിനെ കുറിച്ചിട്ട് അനലൈസ് ചെയ്തിട്ടാണ് അവർ കൊടുക്കുന്നത്. വെറുതെ കൊണ്ടുവന്ന് കുറച്ച് ട്രെയിനിങ് കൊടുക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ കമ്പനിയെ സംബന്ധിച്ചത് നഷ്ടവും തന്നെയാണ് അല്ലെ. ഒരു പുറത്തുനിന്ന് ചിലപ്പോൾ ഒരാളെ കൊണ്ടുവരേണ്ടി വരും, അതിനനുസരിച്ചിട്ട് മെറ്റീരിയൽസ് സംഘടിപ്പിക്കേണ്ടി വരും, അവിടെയുള്ള വർക്കേഴ്സിന്റെ ആ ദിവസങ്ങളിലെ ഡ്യൂട്ടികളൊക്കെ വേണ്ടാന്ന് വെക്കേണ്ടി വരും. അപ്പൊ കമ്പനിയെ സംബന്ധിച്ചത് നഷ്ടം തന്നെയാണ്. പക്ഷെ ഇൻ കേസ് ഇത് ഒരു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ നോളജും സ്കില്ലും ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അത് ബെനിഫിറ്റും കൂടിയാണ് അല്ലെ, കമ്പനിയെ സംബന്ധിച്ച് ബെനിഫിറ്റും കൂടിയാണ്. അപ്പൊ അത് കൃത്യമായിട്ട് വിശകലനം ചെയ്തിട്ട് മാത്രമാണ് അത് അവർക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, എല്ലാത്തിനും അവിടെ വിശകലനം ആവശ്യമായിട്ട് വരുന്നുണ്ട് അല്ലെ. ജോലിയെ സംബന്ധിച്ച് എല്ലാ മേഖലകളിലും നല്ലൊരു വിശകലന സ്റ്റഡി അല്ലെ നടത്തിയതിനു ശേഷമാണ് ഇതെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. റിക്രൂട്ട്മെന്റ് പ്രോസസ്സും വെറുതെ കൊണ്ടുവന്ന് കുറച്ച് ഓഫറുകൾ കൊടുത്ത് ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം എല്ലാവരും അപ്ലൈ ചെയ്യണമെന്നില്ല അല്ലെ. ഇത് നല്ല രീതിയിൽ വിശകലനമായിട്ട് പഠിച്ചതിന് ശേഷമാണ് റിക്രൂട്ട്മെന്റ് നടപടികളിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതേമാതിരി തന്നെ സെലക്ഷൻ എന്ന പ്രോസസ്സ് നടത്തുമ്പോഴും അവിടെ ധാരാളം കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട് അല്ലെ. നല്ല രീതിയിലുള്ള പേഴ്സണെ സെലക്ട് ചെയ്യുന്നത് അത് ഏത് രീതിയിലാണ് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കാം അല്ലെ. അവർക്ക് എന്തെങ്കിലും ചിലപ്പോ അതില് സെലക്ഷൻ നടപടികളിലൊക്കെ പല രീതികളൊക്കെ ഉണ്ട് അല്ലെ. നമുക്കിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡ്യൂട്ടിയിലേക്കൂടെ ഇവാലുവേറ്റ് ചെയ്യണോ, ഒരു ഇന്റർവ്യൂ നടത്തിയിട്ട് അവരെ ഇവാലുവേറ്റ് ചെയ്യണോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ചിട്ട് അവിടെ പഠിക്കാനുണ്ട് അല്ലെ, വിശകലനം ചെയ്യാനുണ്ട്. അങ്ങനെ എല്ലാ പ്രോസസ്സിലും എന്താണ് അവിടെ വിശകലനം ധാരാളമായിട്ട് തന്നെ
ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് എവിടെയാ? ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് അല്ലെ? അവർക്ക് ആവശ്യമായിട്ടുള്ള വികസന പ്രക്രിയകൾ പ്രദാനം ചെയ്യുമ്പോൾ, സ്കിൽസ് അല്ലെങ്കിൽ നോളജ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും വരുമ്പോഴും അവിടെ എന്താവശ്യമുണ്ട്? ജോബ് അനലൈസിസ് ആവശ്യമുണ്ട്. ഓക്കെ, വീണ്ടും എന്താണ്? അസൈനിങ് ദ വർക്ക് ഓഫ് ജോബ് ആൻഡ് ഇൻക്രീസിങ് പേഴ്സണൽ ആസ് വെൽ ആസ് ഓർഗനൈസേഷൻ പ്രൊഡക്ടിവിറ്റി. വീണ്ടും ഇതാണ് എവിടേക്കാണ് ഇതെല്ലാം എത്തി നൽകുന്നത്? അതായത് ഓർഗനൈസേഷന്റെ ആ ഒരു പ്രൊഡക്ടിവിറ്റി കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് എംപ്ലോയീസിന് അല്ലെ, എംപ്ലോയീസിനെ കണ്ടെത്താനായിട്ട് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ വിശകലനം ചെയ്താലാണ് ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. ഒരു ചെറിയൊരു എന്താണ് പറയുന്നത്, ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു വിശകലന സ്റ്റഡി ഒന്നും നടത്താതെ ഈ പ്രൊസീജിയേഴ്സ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ഏബിൾ ആയിട്ടുള്ള പേഴ്സണെ കൃത്യമായിട്ട് അപ്പോയിന്റ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കിട്ടിയോ? എന്തെങ്കിലും ആഡ് ചെയ്യാം? ഓക്കെ, നിങ്ങളൊരു ഐഡിയ കിട്ടിയോ? ഓക്കെയാണ്. നിങ്ങൾ മെസ്സേജ് അയക്കാട്ടോ, എന്തെങ്കിലും ജസ്റ്റ് എന്തെങ്കിലും അറിയേണ്ടതുണ്ടെങ്കിൽ. ക്ലിയർ ആണോ? ഓക്കെ. അപ്പോ ചെറിയൊരു പാരഗ്രാഫിലാണ് ഇത്രയും വലിയ വലിയ ചാപ്റ്റേഴ്സിനെ നമ്മൾ ഉൾക്കൊള്ളിച്ച് പറഞ്ഞത്. അതായത് വിശകലനം നടത്തുക, അനലൈസിസ് ചെയ്യുക അല്ലെ. അതെന്ന് പറയുമ്പോൾ ഏതോ ഒരു പ്രോസസ്സിലും വ്യക്തമായിട്ടുള്ള വിശകലനം നടത്തിയതിനു ശേഷമാണ് അവിടുത്തെ ആ ഒരു ഓർഗനൈസേഷനിലെ മാനേജ്മെന്റ് അല്ലെ, അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർക്ക് ഇത്തരം കാര്യങ്ങളിലേക്ക് ഏർപ്പെട്ടു പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം ഇങ്ങനെ നല്ല രീതിയിൽ വിശകലനം ചെയ്താൽ അല്ലെ, നല്ല രീതിയിൽ ഇവാലുവേറ്റ് ചെയ്ത് സ്റ്റഡി ചെയ്തിട്ട് അല്ലെ അത് അതിനനുസരിച്ചുള്ള ആക്ഷൻസ് ക്രിയേറ്റ് ചെയ്താൽ മാത്രമാണ് ഒരു ബെറ്റർ റിസൾട്ടിലേക്ക് അത് മൂവ് ചെയ്യുള്ളൂ. ഇൻ അതർ കേസ് ബാഡ് റിസൾട്ട് ആയിരിക്കും അല്ലെ. ഒരു കറക്റ്റ് പേഴ്സണെ കറക്റ്റ് ആയിട്ടുള്ള പ്ലേസ്മെന്റ് ഓർഡറിലേക്ക് നമുക്ക് എന്താണ് അവിടെ നിയോഗിക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പൊ എപ്പോഴും എന്താണ്, ഓരോ പ്രോസസ്സ് നടക്കും. അവിടെ റിക്രൂട്ട്മെന്റ് പ്രോസസ് ആണെങ്കിലും, സെലക്ഷൻ പ്രോസസ് ആണെങ്കിലും, ജോലിയെ കുറിച്ചിട്ടുള്ള ഇവാലുവേഷൻ പ്രോസസ് ആണെങ്കിലും, ഇൻ കേസ് ജോബ് ഡിസൈൻ ചെയ്യുമ്പോഴും അല്ലെ, നമ്മുടെ ജോബ് ഡിസൈൻ ഒക്കെ പഠിച്ചിരുന്നു അല്ലെ, അത് നല്ല രീതിയിൽ തന്നെ ലളിതമായിട്ടും അല്ലെ എല്ലാവർക്കും വ്യക്തമായിട്ടും, അല്ലെങ്കിൽ അവിടെയൊക്കെ പ്രോബ്ലംസ് വരാം. ദെൻ ഡിസൈഡിങ് കോമ്പൻസേഷൻ, നമ്മൾ ഈ പറഞ്ഞ എന്തെങ്കിലും വാഗ്ദാനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെ, ബെനഫിഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും പാക്കേജസ് ഒക്കെ ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ, അത് ചിലരിലേക്ക് നമ്മൾ കണ്ടു, ഇൻ കേസ് എന്തെങ്കിലും ബെനഫിഷ്യൽ പാക്കേജസ് അല്ലെ ഓഫർ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വേരിയേഷൻ, ഒരു ഡൈവേഴ്സിറ്റി ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബാഡ് റിസൾട്ട് ആയിരിക്കും കിട്ടുക അല്ലെ. ഒരു ബെറ്റർ റിസൾട്ട് കിട്ടണമെങ്കിൽ ഈ ബെനിഫിഷ്യൽ പാക്കേജസ് ഒക്കെ എല്ലാവരിലേക്കും അല്ലെ, അവിടെയുള്ള ഓരോ എംപ്ലോയിയുടെയും ബിഹേവിയറിലേക്ക് എന്താണ് ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു റിസൾട്ട് തിങ്കിങ്ങിലേക്ക് എത്തണം. അപ്പൊ ഈക്വലൈസ് ചെയ്ത് തന്നെ എന്താണ് ഓരോ കൂട്ടർക്കും ഈക്വൽ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ ഇത്തരത്തിലുള്ള പാക്കേജസ് ഒക്കെ എന്താണ് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. പെർഫോമൻസ് അപ്രൈസൽ ആണെങ്കിലും നമുക്കറിയാം, വിലയിരുത്തുക എന്നുള്ള രീതി അല്ലെ. അവിടെ വിലയിരുത്തുക എന്ന് പറയുമ്പോഴും ഓരോ പേഴ്സൺസിന്റെയും ഡ്യൂട്ടീസ് പല രീതിയിൽ വിലയിരുത്തണം. ഇൻ കേസ് കറക്റ്റ് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തതനുസരിച്ചിട്ടുള്ള കറക്റ്റ് അല്ലെ, കറന്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റീസ് ഓക്കെ ആയിട്ട് പോകാനായിട്ട് അവർക്ക് സാധിക്കുമോ എന്ന് കൃത്യമായിട്ട് തന്നെ വിലയിരുത്തിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള, ഇൻ കേസ് അവർക്ക് കറന്റ് ആയിട്ടുള്ള രീതിയിൽ ആക്ടിവിറ്റിയിൽ അവർക്ക് പെർഫോം ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ അതനുസരിച്ചുള്ള ട്രെയിനിങ് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസുകളൊക്കെ സംഘടിപ്പിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെയെല്ലാം തന്നെ നല്ല ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്ത് അവരിലേക്ക് എത്തിച്ചാലാണ് ബെറ്റർ റിസൾട്ടിലേക്ക് നമുക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ അതും ആ ഒരു ചാർട്ടും ഇത് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അതില് ഫസ്റ്റ് ഇതിൽ പറയുന്നത് റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, ക്രിയേറ്റിംഗ് എ റൈറ്റ് ഫിറ്റ് ബിറ്റ്വീൻ ജോബ് ആൻഡ് കാൻഡിഡേറ്റ്. അതായത് റൈറ്റ് പ്ലേസിൽ റൈറ്റ് കാൻഡിഡേറ്റിനെ തന്നെ റിക്രൂട്ട്മെന്റ് നടത്തി സെലക്ട് ചെയ്ത് പോസ്റ്റ് ചെയ്യണം. ഓക്കെ, അവിടെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല അത്. നമുക്കറിയാം വേക്കൻസികൾ അനുസരിച്ചിട്ട് തന്നെ യോഗ്യമായ വ്യക്തികൾ, ചിലപ്പോൾ 1-2 വേക്കൻസി ഉണ്ടാവുള്ളൂ, പക്ഷെ ഒരുപാട് പ്രോസസ്സ് അതിന് വേണ്ടി നടത്തും അല്ലെ. ഒരുപാട് റിക്രൂട്ട്മെന്റ് നടപടികൾ നടത്തും, ദെൻ സെലക്ട് ചെയ്യും, ദെൻ അതിനുശേഷമായിരിക്കും റിക്രൂട്ട്മെന്റ് അല്ലെ അപ്പോയിന്റ്മെന്റും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പൊ റൈറ്റ് അവിടെ അങ്ങനെ വിശകലനം ചെയ്ത് തന്നെ നടത്തുകയാണെങ്കിൽ അതിന് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവുമോ? നല്ല രീതിയിൽ വിശകലനം ചെയ്ത് ഒരു റൈറ്റ് പേഴ്സണെ കണ്ടെത്താണെങ്കിൽ നമുക്ക് അതിനെ അനുസരിച്ചിട്ട് എന്താണ് റിസൾട്ടും നല്ലതായിരിക്കും അല്ലെ. അതെല്ലാം മോശപ്പെട്ട രീതിയിൽ വലിയ ഇവാലുവേഷൻ ഒന്നും ഇല്ലാതെ ഒരു പേഴ്സണെ കണ്ടെത്തി അങ്ങനെ അപ്പോയിന്റ്മെന്റ് ചെയ്താൽ എന്താണ് അവരിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടും മോശമായിരിക്കും അല്ലേ. അങ്ങനെയായിരിക്കില്ലേ? യെസ്.
അപ്പൊ അതുകൊണ്ട് തന്നെ റിക്രൂട്ട്മെന്റ് നടപടികളും അല്ലെങ്കിൽ സെലക്ഷൻ പ്രോസസ് ഒക്കെ നന്നായിട്ട് ഇവാലുവേറ്റ് തന്നെ ചെയ്താൽ മാത്രമാണ് റൈറ്റ് പേഴ്സണൽ റൈറ്റ് ജോബില് നമുക്ക് അവിടെ അപ്പോയിന്റ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ദെൻ പെർഫോമൻസ് അനാലിസിസ് ഇവാലുവേഷൻ ആൻഡ് അപ്രൈസൽ അല്ലെ, അവിടെ അവര് ചെയ്യുന്നു, അവർക്ക് ഡ്യൂട്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നു. ദെൻ ഡ്യൂട്ടി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നു അല്ലെ, ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ വിലയിരുത്തുന്നു. അപ്പൊ അവരുടെ പെർഫോമൻസ് ഒക്കെ ആണെങ്കിൽ വലിയ പ്രശ്നമില്ല. ഇൻ കേസ് ഓക്കെ അല്ല അല്ലെ, ഒരു അവര് ഉദ്ദേശിച്ച രീതിയിൽ റിസൾട്ട് എയിം ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, അവരെ കുറിച്ച് മനസ്സിലാക്കുക അല്ലെ, അവരെ കുറിച്ച് പഠിച്ചിട്ട് അവർക്ക് എന്താണ് എന്തെങ്കിലും ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജസ് അല്ലെങ്കിൽ എന്തെങ്കിലും ട്രെയിനിങ്ങുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവരെ കൊണ്ട് നല്ല റിസൾട്ട് നേടിയെടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്തയിലേക്ക് എത്തുന്നു അല്ലെ. അതനുസരിച്ചിട്ട് ഒന്നില്ലെങ്കിൽ എന്താണ് ട്രെയിനിങ് ഡെവലപ്മെന്റ് നീഡ്സുകൾ അനലൈസ് ചെയ്യുന്നു അല്ലെ, അവിടെ വിലയിരുത്തുന്നു. ഏതെങ്കിലും ട്രെയിനിങ് പ്രോഗ്രാംസ് സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്കില്ല് അല്ലെങ്കിൽ നോളജ് ഡെവലപ്പ് ചെയ്തിട്ട് നല്ല രീതിയിൽ ബെറ്റർ എഫിഷ്യന്റ് ആയിട്ട് തന്നെ അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും, അങ്ങനെ ബെറ്റർ റിസൾട്ട് ഗെയിൻ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് കണ്ടെത്തുന്നു. ഇൻ കേസ് അതർ കേസ് അല്ലെ, ഇങ്ങനെ ഒരു ട്രെയിനിങ്ങിന്റെ ഒന്നും ആവശ്യമില്ല, പക്ഷെ അവർക്ക് ഇച്ചിരി കൂടി ഒരു മോട്ടിവേഷൻ കൊടുത്താൽ അല്ലെ, അവർക്ക് നല്ലൊരു പ്രേരണ കൊടുത്താൽ അല്ലെങ്കിൽ നല്ലൊരു കോമ്പൻസേഷൻ വാഗ്ദാനം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഓക്കെ ആവോ. അല്ലെങ്കിൽ ഇൻ കേസ് നമുക്കറിയാം ഇടയ്ക്കിടയ്ക്കൊക്കെ ട്രിപ്പൊക്കെ പോകുന്ന ഇതുകളാണ് അല്ലെ, കൂടുതൽ സ്ട്രെസ് ഉള്ള കമ്പനികളൊക്കെ ആണെങ്കിൽ അവരെന്ത് ചെയ്യും, ആ സ്ട്രെസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്താണ് ട്രിപ്പുകളൊക്കെ വാഗ്ദാനം ചെയ്യും. അങ്ങനെ ഏതെങ്കിലും ഒരു ബെനിഫിഷ്യൽ അല്ലെ, അവർക്ക് മോട്ടിവേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും അല്ലെങ്കിൽ എന്താണ് അവർ കൂടുതൽ നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ സാലറി അല്ലെങ്കിൽ ഇൻസെന്റീവ്സ് ഒക്കെ കൂട്ടി കൊടുക്കും. അങ്ങനെ ഏതെങ്കിലും ഒരു പാക്കേജസ് കൊണ്ട് അവരെ ഏബിൾ ആക്കാനായിട്ട് അല്ലെ, മാക്സിമം അവരിൽ നിന്ന് റിസൾട്ട് എയിം ചെയ്യാനായിട്ടുള്ള വശങ്ങളെ കുറിച്ചിട്ടൊക്കെ അനലൈസ് ചെയ്യും. അത് നമുക്കറിയാൻ ചില്ലറ കാര്യമൊന്നുമല്ല അല്ലെ, അത്യാവശ്യം നല്ല രീതിയിൽ ഇവാലുവേറ്റ് ചെയ്താലാണ് ഓരോ വ്യക്തിയുടെയും ബിഹേവിയർ അനുസരിച്ചിട്ട് അല്ലെ, അവിടെ ഓരോ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള വ്യക്തികളുടെ ബിഹേവിയർ അനുസരിച്ചിട്ട് തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള പാക്കേജസ് കണ്ടെത്തണം. ഓക്കെ, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസുകൾ കണ്ടെത്തണം. അപ്പൊ ഇത് രണ്ട് വശവും എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് അവിടെയുള്ള എംപ്ലോയീസിനെ മാക്സിമം എഫിഷ്യന്റോട് കൂടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട് പ്രാപ്തരാക്കുന്ന ഘടകങ്ങളാണ്. വീണ്ടും ജോബ് ഡിസൈനിങ് ആൻഡ് റിഡ്രസിങ്, എൻറിച്ച്മെന്റ്, എൻലാർജ്മെന്റ് എന്നൊക്കെ പറയുമ്പോൾ ജോബിനെ കുറിച്ചിട്ട് തന്നെയുള്ള ഇതുകളാണ്. ഇതൊക്കെ നിങ്ങൾക്ക് വീണ്ടും ഞാൻ പറഞ്ഞ ഈ കാണുന്ന എല്ലാ പോയിന്റുകളും ധാരാളം വിശദമായിട്ട് തന്നെ നിങ്ങൾ പഠിക്കുന്നതാണ്. പക്ഷെ അടുത്ത ഓരോ ചാപ്റ്റേഴ്സിലായിരിക്കും. അപ്പോൾ ജോബ് ഡിസൈനിങ് ആൻഡ് റിഡ്രസിങ്, എൻറിച്ച്മെന്റ്, എൻലാർജ്മെന്റ് എന്നൊക്കെ പറയുമ്പോൾ ജോലിയെ കുറിച്ചിട്ടുള്ള അല്ലെ, അത് വിശകലനം ചെയ്യുന്നത്, അത് ഒത്തിരി ജോലി രൂപകൽപ്പന ചെയ്യുമ്പോൾ വളരെ ലളിതമായിട്ടും എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ അല്ലെങ്കിൽ എന്താണ് അവിടെ ടൈം ലാഗ് ഒന്നും വരാതെ തന്നെ അവർക്ക് സ്ട്രക്ചർ അനുസരിച്ചിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. ഇൻ കേസ് റിഡ്രസിംഗ് എന്ന് പറയുമ്പോൾ വീണ്ടും എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഒന്നുകൂടി അല്ലെ പുനർരൂപകൽപ്പന ചെയ്യുക എന്ന് വെച്ചാൽ കുറച്ചും കൂടി നല്ല രീതിയിൽ തന്നെ വീണ്ടും റീഡിസൈൻ ചെയ്യാം. ദെൻ ആ ഡിസൈനിങ് ചെയ്തതിന് ശേഷമൊക്കെ ഒന്നും കൂടി നല്ല അല്ലെ, നല്ല സമ്പുഷ്ടമായിട്ടുള്ള രീതിയിൽ തന്നെ അവർക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഒരുക്കി കൊടുക്കേണ്ടതുണ്ട്. അതിനനുസരിച്ചിട്ട് അത് എൻലാർജ് ചെയ്യണം, അതെ വലുതാക്കിയൊക്കെ. നമുക്കറിയാം ആ സിറ്റുവേഷൻസ്, വർക്കിംഗ് കണ്ടീഷൻസ്, വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലെ. അപ്പൊ ജോലി എന്ന് പറയുന്നത് അവർക്ക് സംതൃപ്തി, സാറ്റിസ്ഫൈഡ്, അവിടെയുള്ള എംപ്ലോയീസിനെ സാറ്റിസ്ഫൈഡ് ആക്കി തീർക്കണം. എങ്കിൽ മാത്രമാണ് അവർ മാക്സിമം എഫോർട്ടോട് കൂടിയിട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ ജോലിയിലും മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടതുണ്ട്. ഇതെല്ലാം നല്ല ബെറ്റർ രീതിയിൽ വിശകലനം ചെയ്തിട്ട് മാത്രമാണ് നടപ്പാക്കേണ്ടത്. അങ്ങനെ വിശകലനം ചെയ്ത് നടപ്പാക്കിയാൽ എന്താണ്, നമുക്ക് ബെറ്റർ റിസൾട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അത് തന്നെ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണ്, റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ, പെർഫോമൻസ് അനാലിസിസ്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, കോമ്പൻസേഷൻ മാനേജ്മെന്റ്, ജോബ് ഡിസൈനിങ്. ആ പോയിന്റ് തന്നെയാണ് ഇവിടെ വിവരിച്ചേക്കുന്നത്. ജോബ് അനാലിസിസ് ഹെൽപ്സ് ഇൻ ഡിറ്റർമിനിങ് വാട്ട് ടൈപ്പ് ഓഫ് എ പേഴ്സൺ ഈസ് റിക്വയർഡ് ടു പെർഫോം എ പർട്ടിക്കുലർ ജോബ്. അതായത് ഒരു പർട്ടിക്കുലർ ജോബിന് ഏത് തരത്തിലുള്ള പേഴ്സൺ ആണെന്ന് തീരുമാനിക്കുന്ന ഒരു കാര്യമാണ് റിക്രൂട്ട്മെന്റ് കാര്യത്തിൽ വരുന്നത്. The education qualifications, levels of experience and technical, physical, emotional and personal skills required to carry out a joint job is in the desired function. അതായത് നമുക്കറിയാം എന്താണ്, ഇത്തരത്തിലുള്ള ഒരു ജോലിയിലെ അല്ലെ കറക്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണെ കണ്ടെത്തണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അതിനനുയോജ്യമായിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കണം, അതിനനുയോജ്യമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ ടെക്നിക്കൽ ആയിട്ടുള്ള നോളജ് ഉള്ള പേഴ്സൺ ആയിരിക്കണം. എന്താണ് ശാരീരികമായിട്ട് അല്ലെ, ചിലതിനൊക്കെ നമുക്കറിയാം ശാരീരികമായിട്ടുള്ള ക്ഷമതയും വേണം അല്ലെ, കഴിവ് എന്താ പറയുന്ന ബുദ്ധിപൂർവമായിട്ടുള്ള കഴിവ് മാത്രമല്ല വേണ്ടി വരുന്നത്, ചിലപ്പോൾ ശാരീരികമായിട്ടുള്ള കഴിവും കൂടിയും ആവശ്യമായിട്ടുള്ള തൊഴിലുകൾ ഉണ്ടാവാം. അപ്പൊ അതിനൊക്കെ ഓക്കെ ആണെന്നുള്ളതുകൊണ്ട് ദെൻ ഇമോഷണൽ ആൻഡ് പേഴ്സണൽ സ്കിൽസ് അല്ലെ, നമ്മൾ നേരത്തെ കണ്ടായിരുന്നു
വ്യക്തി ആണ്, നോളജ് ഉണ്ട്, അല്ലെ, ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ട്, പക്ഷെ ഇമോഷണൽ ആയിട്ട് ഫേസ് ചെയ്യാനായിട്ടുള്ള ഒരു പവറും കൂടി വേണ്ട ചില ജോലികൾ ഉണ്ടാവാം. അപ്പൊ അത്തരത്തിലുള്ള വ്യക്തിയാണോ എന്ന് കൃത്യമായിട്ട് തന്നെ അനലൈസ് ചെയ്യണം. പിന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള സ്കിൽ, അല്ലെ, കഴിവുകൾ, നമുക്ക് വ്യക്തിപരമായിട്ടുള്ള കുറെ കഴിവുകൾ, നമ്മൾ വൈകാരിക ബന്ധങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ടുള്ള കഴിവുകളൊക്കെ ഉള്ള ജോലികൾ ഉണ്ടെങ്കിൽ അതനുസരിച്ചും കൂടി ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷമാണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷനിലേക്ക് എത്തുന്നത്, അല്ലെ, ആ ജോലിയിലേക്ക് ഇന്ന പേഴ്സൺ ഓക്കെ ആണ് എന്ന് നിശ്ചയിക്കുന്നത്. The objective is to put the right person at the right place. അതായത് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം, അല്ലെ, ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, അല്ലെ. ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് റൈറ്റ് പേഴ്സണെ റൈറ്റ് പൊസിഷനിലേക്ക് കണ്ടെത്തുക എന്നുള്ളതാണ്. ഓക്കെ, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നിങ്ങൾ ഈ പറഞ്ഞ എല്ലാ പോയിന്റ്സും ഇമ്പോർട്ടന്റ് ആണ്. അതായത് അല്ലെ, അനലൈസിൽ വരാവുന്ന സാധ്യതയുള്ള പോയിന്റുകളാണ്. അല്ലെ, സെലക്ഷൻ പ്രൊസീജിയേഴ്സും അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് നടപടികളോ അപ്രൈസൽ പ്രോസസ്സിംഗ് എല്ലാം തന്നെ എന്താണ് പർപ്പസിലെ പ്രധാനപ്പെട്ട ഉദ്ദേശത്തിൽ പെടുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ എന്താണ് നെക്സ്റ്റ് പറയുന്നത് പെർഫോമൻസ് അനാലിസിസ്, അല്ലെ. ഇവിടെ പെർഫോമൻസ് അനാലിസിസിൽ എന്താ പറയുന്നത്, ജോബ് അനാലിസിസ് ഇസ് ഡൺ ടു ചെക്ക് ഇഫ് ഗോൾ ആൻഡ് ഒബ്ജക്റ്റീവ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി അവരുടെ ഗോള്, അല്ലെ, അവര് ഉദ്ദേശിച്ചിരിക്കുന്ന ലക്ഷ്യം, അല്ലെ, ആ ലക്ഷ്യം particular job നോക്കാം. Job analysis is done to check if goals and objectives of a particular job are met or not. അല്ലെ, ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ജോലി അവർക്ക് ആ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിച്ചോ എന്നുള്ളതാണ് അനലൈസ് ചെയ്യുന്നത്, അല്ലെ. അവിടെ പെർഫോമൻസ് അങ്ങനെ അവരുടെ പ്രകടനം അവരെ അനലൈസ് ചെയ്യുന്നു, സാധിച്ചോ ഇല്ലയോ, അല്ലെ. Then it helps to in deciding the performance standards, evaluation criteria and individual outputs. അവിടെ നമ്മൾ ഈ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെ. അവിടെ ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യണം. ഈ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മാനദണ്ഡങ്ങൾ ഫിക്സ് ചെയ്യണമെങ്കിൽ ആ മാനദണ്ഡങ്ങൾ നല്ല മൂല്യത്തോടു കൂടിയുള്ള മാനദണ്ഡങ്ങളായിരിക്കണം. അല്ലാതെ അല്ലെ നമ്മൾ ചീപ്പായിട്ടുള്ള എന്തെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് എടുത്തിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്താൽ അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അല്ലെ. അപ്പൊ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നതും തെരഞ്ഞെടുക്കുമ്പോഴും കൂടുതൽ അനലൈസ് ചെയ്തതിനു ശേഷമാണ് സ്റ്റാൻഡേർഡുകൾ ഫിക്സ് ചെയ്യാൻ പാടുള്ളൂ. ദെൻ ഇവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നു. ഈ ആക്ച്വൽ ആയിട്ടുള്ള പെർഫോമൻസ് സ്റ്റാൻഡേർഡിനോടൊപ്പം എത്തിപ്പെടുന്നുണ്ടോ എന്നുള്ളത് കണ്ടെത്തുന്നു, അല്ലെ. അതാണ് ഇൻഡിവിജ്വൽസ് ഔട്ട്പുട്ട്, അവരുടെ റിസൾട്ടിലേക്ക് അവർ എത്തിപ്പെടുന്നുണ്ടോ എന്ന് കണ്ടെത്തുന്നു. On this basis, the overall performance of an employee is measured and he or she is evaluated accordingly. അല്ലെ, അവിടെ തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ മെഷർ ചെയ്യുന്നു, അല്ലെ. അത് മെഷർ ചെയ്യുമ്പോൾ നമ്മൾ കുറെ മാനദണ്ഡങ്ങളൊക്കെ മനസ്സിലാക്കി, അല്ലെ. വെറുതെ പോയി ഒരു ദിവസം സുപ്രഭാതത്തിൽ പോയി ചിലപ്പോഴെങ്കിൽ എന്താണ് അവരെ ജോലിയുടെ ഉള്ളിൽ കൂടെ തന്നെ വേണമെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും റെക്കോർഡിക്കലി അവരുടെ നേട്ടങ്ങളൊക്കെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അങ്ങനെ പല രീതിയിൽ തന്നെ ഇത് ഇവാലുവേറ്റ് ചെയ്യാൻ കഴിയും, അല്ലെ. ഇത് പല രീതിയിൽ തന്നെ ആ ഇൻഡിവിജ്വലിന്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. എന്നാൽ ഇങ്ങനെ ഇവാലുവേറ്റ് ഒക്കെ ചെയ്തതിനു ശേഷം നമുക്കറിയാം, നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, അല്ലെ. ഇവാലുവേഷൻ നടത്തി കഴിയുമ്പോൾ അവർക്ക് ഇൻ കേസ് എന്തെങ്കിലും കുറവുകൾ ഉണ്ടായെങ്കിൽ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റോട് കൂടിയിട്ടാണ് അത് പരിഹരിക്കുന്നത്, അല്ലെ. Job analysis can be used to determine the training and the development needs of employee. ഓക്കെ, അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കുകയാണെങ്കിലും റിക്രൂട്ട്മെന്റ് നടപടികൾ ചെയ്യുന്നു, പെർഫോമൻസ് അനലൈസ് ചെയ്യുന്നു. ദെൻ അതിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും, അവർക്ക് മതിയായിട്ടുള്ള ട്രെയിനിങ് പാക്കേജസ് കണ്ടെത്തണം, അല്ലെ. Job analysis can be used to determine the training and development needs of employees. The difference between the expected and the actual output determine the level of training that needs to be imparted to employees, അല്ലെ. വളരെ പ്രധാനമായിട്ടും എംപ്ലോയിക്ക് ട്രെയിനിങ് എന്തെങ്കിലും ആവശ്യമായിട്ട് വരുന്നതിന് കാരണം വരുന്നത് എന്താണ്, എന്തായിരിക്കും ട്രെയിനിങ് ആവശ്യമായിട്ട് വരാനായിട്ടുള്ള മെയിൻ റീസൺ. അതായത് സ്റ്റാൻഡേർഡ് പെർഫോമൻസിനോടൊപ്പം ആക്ച്വൽ പെർഫോമൻസ് ഒപ്പത്തിനൊപ്പം എത്തുന്നുണ്ടെങ്കിൽ ട്രെയിനിങ്ങിന്റെ ആവശ്യകതയുണ്ടോ, ഇല്ല, അല്ലെ. അതേസമയം ഒപ്പത്തിനൊപ്പം ട്രെയിനിങ് എന്താണ് അവർക്ക് ആക്ച്വൽ പെർഫോമൻസ് അത് പെർഫോം ചെയ്യാൻ സാധിച്ചില്ല എങ്കിലാണ് അവർക്ക് ട്രെയിനിങ്ങിന്റെ ആവശ്യകത വരുന്നത്, അല്ലെ. ഇറ്റ് ഈസ് ഓൾസോ ഹെൽപ്സ് ഇൻ ഡിസൈഡിങ് ദ ട്രെയിനിങ് കണ്ടന്റ്, ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ് ടു ബി യൂസ്ഡ് ടു കണ്ടക്ട് ട്രെയിനിങ് ആൻഡ് മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ്. ചിലപ്പോൾ നമുക്കറിയാം ചില അവരൊക്കെ ആക്ച്വലി, അല്ലെ, ഇപ്പോ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു കാലഘട്ടം ആയതുകൊണ്ട് തന്നെ പുതിയ പുതിയ മെഷീൻസും കാര്യങ്ങളൊക്കെ വരുമ്പോഴായിരിക്കും അവർക്ക് അത് പെർഫോം ചെയ്യാൻ പറ്റാത്തത്. അതായത് ആ മെഷീന്റെ ഉപയോഗം കൃത്യമായിട്ട് അവർക്ക് അറിയില്ല, അല്ലെ, അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള നോളജ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം.
അപ്പൊ അതിനാവശ്യമായിട്ടുള്ള ഒരു നിശ്ചിത ട്രെയിനിങ് ഒക്കെ ടൂൾസ് വെച്ചുകൊണ്ട് തന്നെ അവർക്ക് കൈകാര്യം ചെയ്ത് കൊടുത്താൽ അവർക്ക് പറ്റിയ പെർഫോമൻസ് അല്ലെ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് അത്യാവശ്യം അവർക്ക് നോളജും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ പുതിയ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിൽ നിന്നുള്ള ഒരു ചെറിയൊരു ട്രെയിനിങ് അവർക്ക് ആവശ്യമായിട്ട് വരും അല്ലെ. അപ്പൊ ആഡിക്വേറ്റ് ആയിട്ടുള്ള ട്രെയിനിങ്ങുകളൊക്കെ അവർക്ക് കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ സ്റ്റാൻഡേർഡ് പെർഫോമൻസിലേക്ക് എത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. കോമ്പൻസേഷൻ മാനേജ്മെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞു, ചിലർക്ക് അത്യാവശ്യം സ്റ്റാൻഡേർഡ് പെർഫോമൻസിലേക്ക് എത്താൻ പറ്റുന്നവരാണെങ്കിലും അവർക്ക് പ്രത്യേകിച്ച് ട്രെയിനിങ് ഒന്നും വേണ്ട, പക്ഷെ കുറച്ചും കൂടിയും അവരുടെ അവരുടെ റിസൾട്ട് ഏൺ ചെയ്യണമെങ്കിൽ എന്താണ് അവർക്ക് എന്തെങ്കിലും ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജസുകൾ വാഗ്ദാനം ചെയ്യണം അല്ലെ. അപ്പൊ ഇന്ത്യയുടെ ജോബ് അനാലിസിസ് പ്ലേസ് സിഗ്നിഫിക്കന്റ് വാല്യൂ ഇൻ ഡിസൈഡിംഗ് ദ പേ പാക്കേജസ് ആൻഡ് എക്സ്ട്രാ പെർസ് ആൻഡ് ബെനിഫിറ്റ്സ് ആൻഡ് ഫിക്സഡ് ആൻഡ് ഫ്ലെക്സിബിൾ എംപ്ലോയി റിവാർഡ്സ്. ഓക്കെ, അപ്പൊ അവർക്ക് വേണമെങ്കിൽ ചേഞ്ചബിൾ അല്ലെ, ഓരോ പ്രാവശ്യമൊക്കെ ആണെങ്കിലും വേണമെങ്കിൽ ചിലപ്പോഴൊക്കെ പാക്കേജസുകൾ കൊടുക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും റിവാർഡുകൾ അല്ലെ എന്തെങ്കിലും അംഗീകാരങ്ങളൊക്കെ കൊടുക്കാം. അങ്ങനെ അംഗീകാരങ്ങളും പാക്കേജസുകളും ബെനിഫിറ്റ് എക്സ്ട്രാ എന്തെങ്കിലും ബെനിഫിറ്റ്സുകളൊക്കെ കൊടുക്കുമ്പോൾ എന്താണ് അവർക്ക് ഇച്ചിരി കൂടിയും ഇൻട്രസ്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടോ അല്ലെ. നമ്മളെ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ബഹുമാനം കിട്ടി, അല്ലെങ്കിൽ നമുക്കൊരു അത് നിങ്ങൾക്ക് വ്യത്യസ്ത രീതിയിലുള്ള പാക്കേജസുകളൊക്കെ പഠിക്കാനുണ്ട് കേട്ടോ. ചിലർക്കൊക്കെ അവർക്ക് ഐഡന്റിറ്റി അല്ലെ, ഒരു ചിലപ്പോൾ ഒരു അസിസ്റ്റന്റിനെ ഒക്കെ നിയമിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ അവരുടെ റൂമിലൊക്കെ ഒരു സെപ്പറേറ്റ് റൂം കൊടുക്കുന്നു, അല്ലെങ്കിൽ അവര് മേൽത്തരം ചെയറുകളിലൊക്കെ ഒരു ഇതാക്കുന്നു. അതേപോലെ തന്നെ ഡിസിഷൻ ഒക്കെ എടുക്കാനായിട്ട് മീറ്റിങ്ങുകളൊക്കെ വിളിച്ചു കൊടുക്കാനുള്ള അധികാരങ്ങൾ വിട്ടുകൊടുക്കുന്നു. അങ്ങനെ പലതരത്തിലുള്ള പാക്കേജസുകൾ കൊടുക്കും. ഇൻ കേസ് മോണിറ്ററി ബെനിഫിറ്റ്സ് വേണമെങ്കിൽ കൊടുക്കാം, അല്ലാതെ നോൺ മോണിറ്ററി ആയിട്ടുള്ള ബെനിഫിറ്റ്സുകളും ഇവർക്ക് അവൈലബിൾ ആക്കാം. അങ്ങനെ വരുമ്പോൾ എംപ്ലോയീസിന് ഇച്ചിരി കൂടി ഇൻട്രസ്റ്റീവ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു താല്പര്യം ഉണ്ടാവും. അപ്പൊ അവർ മാക്സിമം എഫേർട്ടോട് കൂടിയിട്ട് വർക്ക് ചെയ്യും. അങ്ങനെ വരുമ്പോൾ കമ്പനിക്ക് അതിന്റെ റിസൾട്ട് മാക്സിമം ആയിട്ട് തന്നെ നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇത് നല്ല രീതിയിൽ ഇവാലുവേറ്റ് ചെയ്ത് മാത്രമാണ് അത് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. ചിലപ്പോഴൊക്കെ കമ്പനിയിൽ തർക്കങ്ങൾ വരെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ. നമ്മളെ മാനിക്കുന്നില്ല, ഒരു ഡൈവേഴ്സിറ്റി കാണിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എല്ലാം ഇവാലുവേറ്റ് ചെയ്താൽ മാത്രമാണ് ഇതെല്ലാം നടപടികളൊക്കെ ഡേ ടു ഡേ കാര്യങ്ങളിലേക്കൊക്കെ ഇൻവോൾവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. Then after all the paid packages depends on the position, job title and duties and responsibility involved in a job. എല്ലാ പാക്കേജസും നമുക്കറിയാം അവരുടെ പൊസിഷൻ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്ത മനോഭാവങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെ ഇൻവോൾവ്ഡ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ തീരുമാനങ്ങളൊക്കെ എടുക്കാനുള്ള പവറുകളൊക്കെ വിട്ടുകൊടുക്കുന്നത് നമുക്കറിയാം റെസ്പോൺസിബിലിറ്റി നല്ല ടോപ്പ് ലെവലിലുള്ള ജീവനക്കാർക്കൊക്കെ ഉള്ള ഒരു ചെറിയ ആനുകൂല്യങ്ങളാണ്, ചെറിയ ഒരു പാക്കേജസ് ആണ്. അതേസമയം നമുക്കറിയാം ഇച്ചിരി കൂടി കുറച്ച് ഫീൽഡ് വർക്കേഴ്സ് ഒക്കെ ആണെങ്കിലും കുറച്ചും കൂടി എമൗണ്ട് ഒക്കെ കൂട്ടി കൊടുക്കുന്നതൊക്കെ ആയിരിക്കും അവർക്ക് ഇച്ചിരി കൂടിയും അപ്പൊ അത്തരത്തില് ഏത് രീതിയിലാണെങ്കിലും അവരുടെ പൊസിഷൻ അനുസരിച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. The process directs human resource managers in determining an employee's values for a particular job opening. Okay. അവിടെ എല്ലാ കാര്യത്തിലും നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും നമുക്കറിയാം മാനേജ്മെന്റ് ഡിസിഷൻ ആയിരിക്കും അന്തിമമായിട്ട് വരുന്നത്. അപ്പൊ മാനേജേഴ്സ് ആണ് ഇതെല്ലാത്തിനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് എംപ്ലോയീസിന്റെ വാല്യൂ അനുസരിച്ചിട്ട്, മൂല്യം അനുസരിച്ചിട്ട്, ഏത് ടോപ്പ് ലെവലിലുള്ളവരെയാണോ അല്ലെങ്കിൽ ഏത് ഫീൽഡിലുള്ള വ്യക്തികൾക്കാണ് ഇത്തരത്തിലുള്ള പാക്കേജസ് കൊടുക്കുന്നത് എന്നുള്ളത് തീരുമാനിക്കുന്നത് തീർച്ചയായിട്ടും അത് മാനേജേഴ്സ് ആയിരിക്കും. നമുക്കറിയാം ഇപ്പോഴത്തെ HR ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നതും അതാണ് തീർച്ചയായിട്ടും മാനേജ്മെന്റിന്റെ മുമ്പിൽ ഇതിന്റെയൊക്കെയുള്ള ആവശ്യങ്ങൾ എന്നുള്ളത് ക്ലിയർ ആയിട്ട് തന്നെ ഒരു പിക്ചർ അവർക്ക് എത്തിച്ചു കൊടുക്കുന്നു. അതനുസരിച്ചിട്ട് അത് ഇവാലുവേറ്റ് ചെയ്തിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് തയ്യാറാവും. നമുക്ക് ലാസ്റ്റ് നോക്കുകയാണെങ്കിൽ ജോബ് ഡിസൈനിങ് ആൻഡ് റീഡിസൈനിങ്. അതായത് നമ്മള് കണ്ടായിരുന്നു ഒരു ജോബ് ഡിസൈൻ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്താലാണ് ആ സ്ട്രക്ചർ നല്ലതാണ് എങ്കിൽ നമുക്ക് അതനുസരിച്ചിട്ട് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ സ്ട്രക്ചറിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ അത്യാവശ്യം പഠിച്ചതാണ് അപ്പൊ ആ ഒരു ഡിസൈനിൽ ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും ഒരു ഭേദഗതികൾ വരുത്തിയിട്ട് റീഡിസൈൻ ചെയ്യാം അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തു വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു റിസൾട്ടിലേക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. The main purpose of a job analysis is to streamline the human efforts and get the best possible output. അവിടെ തീർച്ചയായിട്ടും ജോബ് അനാലിസിസിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ഹ്യൂമന്റെ എഫേർട്ടാണ് ഇവിടെ ഹ്യൂമന്റെ എഫേർട്ട് മാക്സിമം തന്നെ അവര് കാര്യക്ഷമതയോട് കൂടിയിട്ട് വർക്ക് ചെയ്ത് നല്ല ഔട്ട്പുട്ട്, നല്ല റിസൾട്ട് ഗെയിൻ ചെയ്യണം കമ്പനിക്ക് ഏറ്റവും നല്ല റിസൾട്ട് വേണം.
അതിന് അവിടെയുള്ള വർക്കേഴ്സിനെ കൊണ്ട് മാക്സിമം എഫേർട്ടോട് കൂടിയിട്ട് വർക്ക് ചെയ്യിപ്പിക്കണം അല്ലെ. അതാണ് പ്രധാനപ്പെട്ടായിട്ടുള്ള എയിം എന്ന് പറയുന്നത് അല്ലെ, പർപ്പസ് എന്ന് പറയുന്നത്. അപ്പൊ അതിലേക്ക് അനുസരിച്ചിട്ടായിരിക്കണം ജോബിനെയൊക്കെ ഡിസൈൻ ചെയ്യേണ്ടത്. ഇറ്റ് ഹെൽപ്സ് ഇൻ ഡിസൈനിങ്, റീഡിസൈനിങ്, enriching, evaluating, and also cutting back and adding the extra responsibilities in a particular job. അപ്പൊ ജോലിയെ കുറിച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ജോലിയിൽ ഒരു ഡിസൈനിങ് ഒക്കെ വരുന്നു, അതിൽ വേണമെങ്കിൽ വീണ്ടും ഭേദഗതികൾ വരുത്താം, എവിടെയെങ്കിലും കൂട്ടിച്ചേർക്കലുകൾ വേണമെങ്കിൽ കൂട്ടിച്ചേർക്കാം അല്ലെ, എവിടെയെങ്കിലും എന്താണ് അവിടെയുള്ള വർക്കേഴ്സിന് ആനുകൂല്യങ്ങൾ വേണമെങ്കിൽ അതനുസരിച്ചിട്ട് കൊടുക്കാം അല്ലെ. ആ ജോലിയെ മൊത്തത്തിൽ നമുക്ക് മാറ്റി മറിച്ചിട്ടും ഇതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്, കമ്പനിയുടെ ലക്ഷ്യം ഏറ്റവും അല്ലെ നല്ല റിസൾട്ട് നേടിയെടുക്കാനായിട്ട് സജ്ജമാക്കിയെടുക്കുക അല്ലെ. അതാണ് പ്രധാനപ്പെട്ട മെയിൻ ആയിട്ടുള്ള ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. This is done to enhance employees' satisfaction while increasing the human output. നമുക്കറിയാം എപ്പോഴും അല്ലെ എന്താണ് ഓരോ ഓർഗനൈസേഷനില് പലതരത്തിലുള്ള റിസോഴ്സസ് ഉണ്ട്. നമ്മൾ കണ്ടായിരുന്നു, മെഷീനറി ഉണ്ട്, എന്താണ് ഫണ്ട് അല്ലെ, മണി ഉണ്ട്, പലതരത്തിലുള്ള റിസോഴ്സുകൾ അവിടെ മെഷീനറി ഉണ്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഏറ്റവും മാക്സിമം ബെറ്റർ ആയിട്ട് അല്ലെ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു റിസോഴ്സ് എന്ന് പറയുന്നത് ഹ്യൂമന്റെ റിസോഴ്സ് ആണ്. കാരണം ഹ്യൂമന്റെ എഫേർട്ട് നല്ല രീതിയിലാണ് എങ്കിലാണ് എന്താണ് നല്ല റിസൾട്ട് നേടിയെടുക്കാൻ പറ്റുള്ളൂ അല്ലെ. ഒരുപാട് ഫണ്ട് ഇറക്കിയാലും അല്ലെങ്കിൽ മെഷീൻ കൊണ്ട് സ്ഥാപിച്ചാലും അല്ലെങ്കിൽ വലിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കിയാലും ഇച്ചിരി കൂടി വലിയ ബിൽഡിംഗ് ഉണ്ടാക്കിയാലും നമുക്ക് അതിന്റെ റിസൾട്ട് ഒന്നും നേടിയെടുക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം അതിലെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിസോഴ്സസ് എന്ന് പറയുന്നത് എന്താണ്, എന്തായിരിക്കും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിസോഴ്സസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പോയി കാണും അല്ലെ, എന്നാ ഇങ്ങനെ ഹ്യൂമൺ ആണ്. ഓക്കെ, ശ്രദ്ധിച്ചൊക്കെ തന്നെ ഇരിപ്പുണ്ട്. വെരി ഗുഡ്, താങ്ക് യു. അപ്പൊ എന്തായാലും ഇങ്ങനെ ഒന്നാമത്തെ കാര്യം ഈ ചാപ്റ്റർ അല്ലെ ഒരുപാടുള്ള വലിയ വലിയ ചാപ്റ്റേഴ്സിന്റെ ഒരു ചെറിയ രൂപരേഖയാണ് ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ അതിലെല്ലാം കൂടി വിവരിക്കാനായിട്ട് പറ്റിയില്ല എന്ന് കുറച്ച് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണം. ഓക്കെ, നമുക്ക് എന്തായാലും നെക്സ്റ്റ് ചാപ്റ്റർ ഒക്കെ വരുമ്പോൾ അത് മാത്രം ബേസ് ചെയ്തിട്ട് പറയേണ്ട ഒരു കുറച്ച് കാര്യങ്ങളൊക്കെയാണ്, അത് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിലെന്താ പ്രധാനമായിട്ടും പറയുന്നത്, ഹ്യൂമന്റെ റിസൾട്ട് അല്ലെ, ഹ്യൂമന്റെ എഫേർട്ട് ആണ് മാക്സിമം വേണ്ടത് അല്ലെ. അവിടെ കുറെ മണി അരയ്ക്കാനോ അല്ലെങ്കിൽ മെഷീനിൽ സ്ഥാപിച്ചാലോ അങ്ങനെയൊന്നതിനല്ല ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഹ്യൂമന്റെ എഫേർട്ട് ആണ്, ഹ്യൂമൻ റിസോഴ്സസ് ആണ് അല്ലെ. അപ്പൊ ഹ്യൂമൻ റിസോഴ്സസ് ആ റിസോഴ്സസിനെ മാക്സിമം സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അവിടെ ഇൻക്രീസിങ് ഔട്ട്പുട്ട്, അതിന്റെ റിസൾട്ടും എന്ന് പറയുന്നത് വർദ്ധിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതല്ല അവർക്ക് അല്ലെ ഒരു ഡിഗ്രീസ് ആണ്, അവരുടെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഡിഗ്രീസ് ആണ് അല്ലെ താഴേക്ക് പോകുന്നതാണ്, ഡിസാറ്റിസ്ഫാക്ഷൻ ആണ് എങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവർ മാക്സിമം എഫോർട്ടോട് കൂടിയിട്ടൊന്നും വർക്ക് ചെയ്യില്ല. തീർച്ചയായിട്ടും അതിന്റെ പരിണത ഫലം എന്ന് പറയുന്നത് റിസൾട്ടും നല്ല രീതിയിൽ ഏൺ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അപ്പൊ എപ്പോഴും എന്താണ് അവിടെ ജോബ് എന്ന് പറയുന്നത് എപ്പോഴും വളരെ രീതിയിൽ ശ്രദ്ധിക്കണം അല്ലെ, ഇവാലുവേറ്റ് ചെയ്യണം. അതേമാതിരി തന്നെ ജോലിയുള്ള വ്യക്തികൾ അല്ലെ തൊഴിലാളികളെയും കൂടി നല്ല രീതിയിൽ വിശകലനം ചെയ്യണം. ജോലിയെ വിശകലനം ചെയ്യണം, അവിടെയുള്ള എംപ്ലോയീസിനെ നല്ല രീതിയിൽ വിശകലനം ചെയ്യണം. അങ്ങനെ എന്താണ് തൊഴിലിനെ മാറ്റി മറിച്ചാലാണ് എന്താണ് അവർക്ക് നല്ല രീതിയിൽ റിസൾട്ട് ഗെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. തൊഴിലാളിക്ക് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യണം. അതോടൊപ്പം തന്നെ ജോലിയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ അത് ആ സ്ട്രക്ചറിലോ അല്ലെങ്കിൽ ആ ഒരു അറ്റ്മോസ്ഫിയറിലോ ആ ഘടനയ്ക്കോ എല്ലാത്തിനും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ മാറ്റം വരുത്തി എംപ്ലോയീസിനെ സാറ്റിസ്ഫൈഡ് ആക്കി നിർത്തുക. അങ്ങനെ എംപ്ലോയീസ് സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ ബെറ്റർ റിസൾട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? കുഞ്ഞു കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ലെ, കുഞ്ഞു കുറെ ക്വസ്റ്റ്യൻസുകൾ വരാൻ സാധ്യതയുള്ളതാണ്. അതായത് മൊത്തമായിട്ട് നമുക്കറിയാം ഇതെല്ലാം തന്നെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അപ്പൊ അതിന് ചെറിയ ചെറിയ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്താണ്, അടുത്ത സ്റ്റെപ്പ് എന്താണ് അല്ലെ, നമ്മളിപ്പോ ഒരു ഇവാലുവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, എന്താണ് സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണ് ഇവാലുവേറ്റ് ചെയ്യുക. ഇനി കറന്റ് പെർഫോമൻസ് കറക്റ്റ് അല്ല എങ്കിൽ നമ്മൾ എന്താ കൊടുക്കുക, ട്രെയിനിങ് അല്ലെ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ആണ് അവർക്ക് അവൈലബിൾ ആക്കി കൊടുക്കുക. ഇൻ കേസ് അതിലെല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇച്ചിരി നല്ല റിസൾട്ട് നേടിയെടുക്കാനായിട്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ, എന്തെങ്കിലും കോമ്പൻസേഷന് അവർക്ക് വാഗ്ദാനം ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും അല്ലെ. ഇത് പാക്കേജസ് ഡിപെൻഡ് ഓൺ പൊസിഷൻ അല്ലെ, പലതരത്തിലുള്ള പാക്കേജസ് ഉണ്ട്. എന്തൊക്കെ തരത്തിലുള്ള പാക്കേജസ് ഉണ്ട്, അവരുടെ പൊസിഷൻ ബേസ് ചെയ്തിട്ടുള്ള പാക്കേജസ് ഉണ്ട്. ജോബിൽ അല്ലെ അവരുടെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും അനുസരിച്ചിട്ടുള്ള പാക്കേജുകളൊക്കെ അവർക്ക് വാഗ്ദാനം ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും അല്ലെ. ഓക്കെ, ദെൻ എന്താണ് പ്രധാനമായിട്ടും ജോബ് റിസൾട്ടിൽ അല്ലെ പ്രധാനമായിട്ടും നമ്മൾ കണ്ടു എന്താണ് the main purpose of a job analysis is to streamline the human efforts അല്ലെ. അവിടെ ഹ്യൂമൻ എഫേർട്സിനാണ്
പ്രധാനമായിട്ടുള്ള ഉദ്ദേശം. അതായത് പ്രധാനമായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് അവിടെ ഉള്ള ഹ്യൂമൻ എഫേർട്സ് ബെസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള ഔട്ട്പുട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഇവാലുവേറ്റ് ചെയ്ത് അവർക്ക് കൈകാര്യം ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ദെൻ എന്താണ് പ്രധാനമായിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണ് എങ്കിൽ റിസൾട്ട് എന്തായിരിക്കും, നല്ല ബെറ്റർ റിസൾട്ട് ആയിരിക്കും. അപ്പൊ പല രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്. ഓക്കെ, ചെറിയൊരു ടോപ്പിക്കാണ് ഉണ്ടായിരുന്നത് ലാസ്റ്റ് ടൈമിൽ ഇതില്. ഓക്കെ, ക്ലിയർ ആയോ? ചെയ്യണോ? ഓക്കെയാണ്. എവിടെയെങ്കിലും ഡൗട്ടുകളുണ്ടോ? നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത് എല്ലാ ചാപ്റ്ററിന്റെയും കൂടി ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. ഇൻട്രൊഡക്ഷൻ ആയതുകൊണ്ട് തന്നെ അതിലെല്ലാം കൂടി ഒരു മിക്സ് ചെയ്ത രൂപമാണ് ഇതിനകത്ത് വരുന്നത്. അപ്പൊ എന്തായാലും സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ് നിങ്ങൾ നമ്മൾ പഠിക്കാൻ പോകുന്ന ആ ഒരു ഹ്യൂമൻ റിസോഴ്സ് അല്ലെ, അതിലുള്ള എല്ലാ കുറച്ച് സംഭവങ്ങളെല്ലാം തന്നെ ഇതിനകത്തുണ്ട്. എന്തായാലും റിക്രൂട്ട്മെന്റ് സംഭവങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ, മിസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? ഓരോ ടീച്ചേഴ്സും അതിൻ്റെതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് എടുക്കാനുള്ള ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഈ ചാപ്റ്റർ ഒക്കെയാണോ? നിങ്ങൾ വായിച്ചു നോക്കാറുണ്ടോ? നമുക്കൊരു വലിയൊരു ചാപ്റ്ററിലേക്കാണ് പോകേണ്ടത്. ചാപ്റ്റർ ആണ് ഇനി നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ളത്. നമ്മൾ പഠിച്ച ആ ഒരു എംപ്ലോയിയുടെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. അതായത് നമ്മൾ പറഞ്ഞു അല്ലെ, കുറച്ച് ബെനിഫിറ്റുകളൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇൻട്രസ്റ്റ് കൂടും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളാണ്. പിന്നെ അതില് റിലേഷൻഷിപ്പ് ഉണ്ട്. അതായത് ഇവിടെ ചാപ്റ്ററിന്റെ മുകളിൽ തന്നെയുണ്ട് എന്താണ് എംപ്ലോയീസ് ബെനിഫിറ്റ്സ് ആൻഡ് എംപ്ലോയീസ് റിലേഷൻസ് അല്ലെ. അപ്പൊ ആ ഒരു റിലേഷൻഷിപ്പും വരുന്നുണ്ട്. അതായത് തൊഴിലുടമയും തൊഴിലാളികളും തൊഴിലുടമയും ഗവൺമെന്റും തൊഴിലുടമയും എന്താണ് അല്ലെങ്കിൽ കമ്പനി യൂണിയൻ നേതാക്കളും അല്ലെ, എല്ലാം കൂടിയുള്ള ഒരു ബന്ധങ്ങളെ കുറിച്ചിട്ട് പഠിക്കാനുണ്ട്. അതേമാതിരി തന്നെ എന്താണ് കളക്റ്റീവ് ബാർഗെയിനിങ് അല്ലെ, അവനവന്റേതായിട്ടുള്ള ഈ പറഞ്ഞ മാതിരി ബെനിഫിറ്റ്സുകളൊക്കെ തരുമെന്ന് കമ്പനി ഓഫർ ചെയ്താലും ചിലപ്പോഴൊക്കെ ബെനിഫിറ്റ്സ് കിട്ടാതെ വരില്ലേ. കുറെ ഓഫറുകളൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ കമ്പനിയിൽ പ്രവേശിക്കുന്നത്. പക്ഷെ കഴിയുമ്പോഴായിരിക്കും നമുക്ക് ഓഫറിൽ ഈ പറഞ്ഞ ഓഫറുകളൊന്നും അവര് തരാതെക്ക് ഇരിക്കും. അതിനൊക്കെ ഉണ്ടാവില്ലേ? ഉണ്ടാവും അല്ലെ. അപ്പൊ ആ ബെനിഫിറ്റ്സുകളൊക്കെ എങ്ങനെ നേടിയെടുക്കാം, ബാർഗെയിൻ ചെയ്ത് എങ്ങനെ നേടിയെടുക്കാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ ലെസണിൽ പഠിക്കാനുള്ളത്. ഇത് സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ഒക്കെയാണ്. അതായത് നമ്മൾ ഒരു കമ്പനിയിൽ പോകുമ്പോഴുണ്ടാവുന്ന കുറെ ബെനിഫിറ്റ്സ് അല്ലെ, അങ്ങനെ അവിടെ എങ്ങനെയൊക്കെ എന്തൊക്കെ ബെനിഫിറ്റ്സ് പാക്കേജുകളുണ്ട്, അതുമായി ബന്ധപ്പെട്ടുള്ള പലതരത്തിലുള്ള ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജുകളെ കുറിച്ചിട്ടൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് പല വ്യക്തികള് പല രീതിയിൽ അതിനെ കുറിച്ചിട്ടൊക്കെ വ്യാഖ്യാനിക്കുന്നതൊക്കെ ഉണ്ട്. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കി പോകാവുന്ന ചാപ്റ്റർ ഒക്കെയാണ്. പലതരത്തിലുള്ള സർവീസുകൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ഒരു കമ്പനിയാകുമ്പോൾ പല സർവീസുകളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ചിട്ടൊക്കെയുള്ള ഒരു ചാപ്റ്റർ ആണ്. ഓക്കെ, എനിവേ എന്തായാലും നമുക്ക് ഈ ചാപ്റ്റർ തുടങ്ങണോ അതല്ല കഴിഞ്ഞ ചാപ്റ്ററിനെ കുറിച്ചിട്ട് തന്നെ ഡിസ്കസ് ചെയ്യണോ? നമുക്കൊരു എന്താ പറയാ നോട്ട് ടുഡേ മാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഡേ തരാം. കഴിഞ്ഞ ചാപ്റ്ററിൽ നമുക്ക് എന്നാ കഴിഞ്ഞ ചാപ്റ്ററിലേക്ക് തന്നെ എത്തിപ്പെടാം. കഴിഞ്ഞ ചാപ്റ്ററിൽ എന്തായാലും അല്ലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് റിവിഷൻ പോലെ എടുക്കാം എന്നുള്ളതിലേക്കാണ്. ഓക്കെ, ഇതില് നമ്മള് കണ്ടതാണ് അല്ലെ ചെറു മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ കണ്ടത്. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വരുന്നുണ്ടാവും. പ്ലാനിങ്, ഓർഗനൈസിംഗ്, ഡയറക്ടിംഗ് എന്നൊക്കെ ഉള്ളതിലൊക്കെ കൂടുതൽ പഠിച്ചു വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതെല്ലാം കൂടി ഉൾപ്പെടുന്നതാണ് എന്താണ് ഉള്ള വിഭവശേഷി അല്ലെ. ഉള്ള വിഭവശേഷി ഇനി മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അല്ലെ ആസൂത്രണവും സംഘാടനവും ഡയറക്ഷനും കൺട്രോളിങ്ങും കോമ്പൻസേഷനും ഡെവലപ്മെന്റും അല്ലെ പ്രോഗ്രാംസുകളൊക്കെ അതിനൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഉള്ള വിഭവശേഷിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രണ വികസന
അല്ലെ സംഘടിപ്പിക്കുന്ന അങ്ങനെ കോമ്പൻസേഷൻ ഒക്കെ ചെയ്യുന്ന പ്രോഗ്രാമുകളൊക്കെയാണ് ഇതിൽ HR മാനേജ്മെന്റിൽ ഉള്ളത് അല്ലെ. അപ്പോ അതിന്റെ കൺസെപ്റ്റുകളിലും അതൊക്കെ തന്നെയാണ് ഡിസ്കസ് ചെയ്തത്. പിന്നെ വ്യത്യസ്ത വ്യക്തികൾ അല്ലെ വ്യത്യസ്ത മോഡലുകളെ കുറിച്ചിട്ടൊക്കെയാണ്. പോപ്പുലർ മോഡലിലാണെങ്കിൽ 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ട്. 4 കൺസ്റ്റിറ്റ്യൂന്റ് കമ്പോണൻസ് എന്തൊക്കെയാണ്? സെലക്ഷൻ, അപ്രൈസൽ, ഡെവലപ്മെന്റ് ആൻഡ് റിവാർഡ്സ് അല്ലെ. ഇത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്തെടുത്താൽ തന്നെ ആ ഓർഗനൈസേഷന്റെ അല്ലെ ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ് ഇവരുടെ മോഡലിന്റെ അഭിപ്രായം അവകാശപ്പെടുന്നത്. അതേമാതിരി തന്നെ ഹവാർഡ് മോഡൽ അവരാണെങ്കിലും ഒരു 6 കമ്പോണൻസ് പറയുന്നുണ്ട് അല്ലെ. അതായത് സിറ്റുവേഷൻ ഫാക്ടേഴ്സ്, അതായത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സുകൾ, അവിടെയുള്ള മെമ്പേഴ്സ് അല്ലെ, നമ്മളിപ്പോ പറഞ്ഞ എന്താണ് എംപ്ലോയർ, തൊഴിലുടമ, എംപ്ലോയർ, എംപ്ലോയി, ഗവൺമെന്റ് പോലെയുള്ള അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻ പോലെയുള്ള അംഗങ്ങൾ, അവരുടെയൊക്കെ ഇൻട്രസ്റ്റുകൾ അല്ലെ, അവരുടെയൊക്കെ താല്പര്യം കൂടി പരിഗണിച്ചിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നേടിയെടുക്കാൻ സാധിക്കും. അതേമാതിരി തന്നെ HRM പോളിസികൾ എപ്പോഴും നയങ്ങളൊക്കെ നല്ല രീതിയിലാണെങ്കിൽ ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ നല്ലൊരു ഔട്ട്കംസിലേക്ക്, അതേമാതിരി തന്നെ ഈ ഔട്ട്കംസുകളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ എപ്പോഴും ഫ്യൂച്ചറിനെയും കൂടി മനസ്സിലാക്കിയിട്ട് തന്നെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഓർഗനൈസേഷൻ നല്ല ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ് ഹവാർഡ് മോഡൽ അവകാശപ്പെടുന്നത്. അദ്ദേഹം അത് ആരാണ് എന്താണ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നതെന്നൊക്കെയുള്ള കാര്യം നമ്മൾ എടുത്ത് പറഞ്ഞിരുന്നു. ടെക്സ്റ്റിലൊക്കെ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ. പിന്നെ ഗസ്റ്റ് മോഡൽ ആണെങ്കിലും നമ്മൾ കണ്ടായിരുന്നു എന്താണ് സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെ. അവിടെ തീർച്ചയായിട്ടും ഡിമാൻഡ്സും പ്രാക്ടീസുകൾ അതനുസരിച്ചിട്ട് തന്നെയായിരിക്കും അതും അല്ലെ. അവരെ ഹ്യൂമന്റെ ആ ഒരു ബിഹേവിയറെല്ലാം മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും പറയുന്നുണ്ട് റിലേറ്റഡ് ഫിനാൻഷ്യൽ റിവാർഡ്സ് ഒക്കെ കൊടുത്തിട്ട് മോട്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ റിസൾട്ട് നേടിയെടുക്കാൻ സാധിക്കും അല്ലെ. ഡേവിഡ് ഗസ്റ്റിന്റെ പ്രധാനപ്പെട്ട രീതി അനുസരിച്ചിട്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിലൊക്കെ എന്താണ് അവിടെയുള്ള എംപ്ലോയറിന്റെ ബിഹേവിയറിൽ ഇച്ചിരി മാറ്റങ്ങൾ വരുത്തുക, കുറച്ചും കൂടി ഫിനാൻഷ്യൽ ആയിട്ടുള്ള റിവാർഡുകൾ കൊടുക്കുകയാണെങ്കിൽ ബെറ്റർ പെർഫോമൻസ് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു. ബാർവിക് മോഡൽ ആണെങ്കിൽ എന്താണ് അതിലെ പ്രധാനമായിട്ട് നമ്മൾ കണ്ടു എന്താണ് സമീപനത്തിലെ അല്ലെ ഒരു HRമിലേക്കുള്ള ഒരു വിശകലന സമീപനമാണ് അവിടെ വരുന്നത് അല്ലെ. ഗവൺമെന്റ് ആണെങ്കിലും അതായത് ഗവൺമെന്റിന്റെ അതിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ മാർക്കറ്റ് ഇപ്പൊ ഒരു പ്രൊഡക്ഷൻ ഒക്കെ ആണെങ്കിൽ കമ്പോളം നിലവാരമൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് അത് കൈകാര്യം ചെയ്യണമെങ്കിൽ ബെറ്റർ റിസൾട്ട് നേടിയെടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഗവൺമെന്റിന്റേതായിട്ടുള്ള അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള എല്ലാ ഫാക്ടേഴ്സും കൂടി പരിഗണിച്ചിട്ട് അല്ലെ. അവിടെ പ്രത്യേകമായി പറയുന്നത് അനലിറ്റിക്കൽ അപ്രോച്ച് എന്ന് വെച്ചാൽ നല്ല രീതിയിൽ വിശകലനം ചെയ്തിട്ടാണ് കൈകാര്യം ചെയ്യണമെങ്കിൽ ഓർഗനൈസേഷന് നല്ല റിസൾട്ട് നേടിയെടുക്കാനൊക്കെ ആയിട്ട് സാധിക്കുന്നില്ല. പ്രധാനമായിട്ടും അതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവും. ക്ലിയർ അല്ലേ? അതൊക്കെ മോട്ടിവേറ്റഡ് എംപ്ലോയീസ് യൂട്ടിലൈസ് അവൈലബിൾ ഹ്യൂമൻ റിസോഴ്സ് എഫക്റ്റീവ്ലി അല്ലെ, നല്ല ഫലപ്രാപ്തിയോട് കൂടിയിട്ട് അത് ഉപയോഗപ്രദമാക്കാനായിട്ടുള്ളത്. മോട്ടിവേറ്റഡ് എംപ്ലോയീസ് ഓക്കെ, ഇതെല്ലാം സിമ്പിൾ ആണ്. തന്നെ ഏതെങ്കിലും ഭാഗങ്ങൾ ഇത്തിരി ടഫായിട്ടൊക്കെ തോന്നുന്നുണ്ടോ? ആ ഭാഗം ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. ഇതാണെങ്കിലും സിമ്പിൾ ഒക്കെ തന്നെയാണ്. അതാണ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെ. ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് HRM takes various tests and interviews to select people, communicate അല്ലെ. എല്ലാം HRMലാണ് ഇതെല്ലാം നടപ്പാക്കുന്നത് അല്ലെ. ട്രെയിനിങ് നടപ്പാക്കുന്നത് HRM ഡിപ്പാർട്ട്മെന്റിലായിരിക്കും. എന്താണ് ഇന്റർവ്യൂകൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരായിരിക്കും. എന്താണ് കളക്റ്റീവ് വേരിയസ് സജഷൻസ് അല്ലെ, എല്ലാ തരത്തിലുള്ള നിർദ്ദേശങ്ങളും അത് കണക്കാക്കുന്നതും HRM ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. നമുക്കറിയാം HRM വിങ് അവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണം അല്ലെ. ഒരു വേക്കൻസി വന്നാലും അതല്ലെങ്കിൽ അവിടെയുള്ള എംപ്ലോയീസിന് എന്തെങ്കിലും ഡിസാറ്റിസ്ഫാക്ഷൻ വന്നാലും അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു പോരായ്മകൾ അല്ലെ, എന്തിനെങ്കിലും കുറിച്ചിട്ടുള്ള ഒരു അഭാവം, അതായത് നോളജ് ഇല്ലായ്മ വന്നാലും എന്തിനെ കുറിച്ചിട്ടും അല്ലെ, ഒരു സിറ്റുവേഷൻ ഒരു അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ അവിടെ ചെയ്യുന്ന ജോലിക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ ഇല്ല എങ്കിലും അവിടെ എന്താണ് ഇനീഷ്യേറ്റീവായിട്ട് മുന്നിട്ട് വരേണ്ടത് HRM ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. അവിടെ ഉള്ള എംപ്ലോയീസിനെ എപ്പോഴും സാറ്റിസ്ഫൈഡ് ആക്കാനായിട്ട് അവിടെ തൊഴിലുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഇതിലും മാറ്റേഴ്സിലും ഇടപെടേണ്ടത് HRM ഡിപ്പാർട്ട്മെന്റ് ആണ്. അവരുടെ ഇടപെടൽ കൊണ്ട് എന്താണ് മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട കുറെ 14 പോയിന്റ്സുകളുണ്ട്. നമ്മൾ രണ്ടാം ഫംഗ്ഷനുകൾ അല്ലെ, പ്ലാനിങ്, സ്റ്റാഫിങ്, ഡെവലപ്പിംഗ്, മോണിറ്ററിങ്, അതായത് എംപ്ലോയീസിനെ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട് വരുന്നത് അല്ലെ സ്റ്റാഫിങ് അല്ലെ. അതേമാതിരി തന്നെ ഡെവലപ്മെന്റ് പ്രോഗ്രാംസുകൾ നിരീക്ഷിക്കുന്നത്, അവരെ പരിപാലിച്ചു കൊണ്ടുപോകുന്ന അല്ലെ, റിവാർഡ്സ് ഒക്കെ കൊടുത്ത് അവരെ നല്ല രീതിയിൽ തന്നെ ഇൻട്രസ്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെ മൂവ് ചെയ്ത് കൊണ്ടുപോകുന്നത്.
മാനേജ് റിലേഷൻഷിപ്പ്, നല്ല റിലേഷൻഷിപ്പും കാത്തു സൂക്ഷിക്കാൻ. നമുക്കറിയാം യൂണിയനൊക്കെ ആയിട്ട് തെറ്റാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം അല്ലെ, അല്ലെങ്കിൽ അത് കശപിശൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പൊ യൂണിയൻ നേതാക്കളെയും ഒക്കെ സംതൃപ്തിപ്പെടുത്തി അല്ലെ, അവിടെ ഒരു HRM ഡിപ്പാർട്ട്മെന്റ് ആണ്, അവിടെ തൊഴിലാളികളെ യൂണിയൻ നേതാക്കളെയും മാനേജ്മെന്റിനെയൊക്കെ മുന്നിന്റെ ഇടയിൽ അവരുടെ ഇടയിലൊക്കെ നല്ല രീതിയിൽ വർദ്ധിച്ചിട്ട് മൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടത്. പിന്നെ വാലുവേറ്റിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ വളരെ ഡിസ്കസ് ചെയ്തു അല്ലെ, എല്ലാ കാര്യത്തെയും കുറിച്ചിട്ടും വാലുവേറ്റ് ചെയ്യണം. അങ്ങനെ വളരെ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യണം. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന വിങ്ങിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ട് നമ്മൾ കണ്ടായിരുന്നു അല്ലെ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമൊന്നല്ല, കാരണം ഏറ്റവും മാക്സിമം ആയിട്ടുള്ള റിസോഴ്സസ് എന്ന് പറയുന്നത് അല്ലെ, ഏറ്റവും മൂല്യമുള്ള വാല്യുബിൾ ആയിട്ടുള്ള റിസോഴ്സസ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സസ് ആണ്. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ റിസോഴ്സിനെ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യേണ്ടതാണ്. പിന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ഹ്യൂമൻ റിസോഴ്സിന്റെ ഫങ്ഷൻസുകൾ പറയുന്നുണ്ട്, ഇതെല്ലാം നമുക്കറിയാവുന്നതാണ് അല്ലെ. പിന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ പേഴ്സണൽ മാനേജ്മെന്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഓക്കെ, പണ്ടുണ്ടായിരുന്ന മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് കാര്യങ്ങളൊന്നും പറയേണ്ടതുണ്ടായില്ല അല്ലെ, ഒരു മീഡിയേറ്റർ ആയിട്ട് നിൽക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉണ്ടായുള്ളൂ. പക്ഷെ നവഡേയ്സ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് വിങ് പ്രവർത്തിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അല്ലെ ഇടപെടേണ്ടതുണ്ട്. കാരണം അവിടെയുള്ള മാക്സിമം തൊഴിലാളികളെ നല്ല രീതിയിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ പ്രശസ്തി അല്ലെ, നല്ല തൊഴിലാളി എന്നുള്ള രീതിയിലുള്ള പ്രശസ്തി നേടിക്കൊടുക്കത്തക്ക വിധത്തില് മാക്സിമം യൂട്ടിലൈസേഷനിലേക്ക് കൊണ്ടുവന്ന് ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് ശ്രമിക്കണം അല്ലെ. കേസ് ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടർ എന്ന് പറയുന്നത് പേര് കേട്ട ഒരു ഡോക്ടറാണ് എങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവിടെകളിലേക്ക് പേഷ്യൻസ് വരും അല്ലെ. അപ്പൊ അവിടെ എന്താണ് ആ ഡോക്ടർ ആ ഒരു തൊഴിലാളിയെ ഏറ്റവും നല്ല പ്രശസ്തിയിലേക്കാണ് അവിടെ കൊണ്ടുവരുന്നത്. അപ്പൊ ഏത് രീതിയിലേക്ക് വേണമെങ്കിലും പ്രവർത്തിക്കാം. അപ്പൊ അവർക്ക് ചിലപ്പോൾ ഒരു അസിസ്റ്റന്റിനൊക്കെ വാഗ്ദാനം ചെയ്തുകൊണ്ട് അവരുടെ ആ ഒരു പൊസിഷൻ നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കും അല്ലെ. അല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ ആണെങ്കിൽ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് അദ്ദേഹം പോകും. അപ്പൊ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളെയും കുറിച്ചിട്ടും ചിലർക്ക് കോമ്പൻസേഷൻ അല്ലെങ്കിൽ ചിലർക്ക് എന്താണ് ട്രെയിനിങ് ആണ് കൊടുക്കണമെങ്കിൽ ചിലരെ നിലനിർത്തി കൊണ്ടുപോകാനായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അപ്പൊ എല്ലാത്തിനെയും കുറിച്ചിട്ട് ഇപ്പോഴത്തെ അല്ലെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് വിങ് പ്രവർത്തിക്കേണ്ടത്. ഓക്കെ, ഇത് ലൈൻ മാനേജേഴ്സിന്റെ ഡ്യൂട്ടിയൊക്കെ നമ്മൾ പറഞ്ഞു. ഒരു സ്പെഷ്യൽ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് അവിടെ വരുന്നത്. റിക്രൂട്ട്മെന്റും കാര്യങ്ങളൊക്കെ ജസ്റ്റ് അല്ലെ കൂടുതലായിട്ട് അതിൽ പറഞ്ഞു പോയി. ജോബ് ഡിസൈൻ ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതാണ്. അപ്പൊ അതില് നമ്മള് പറയുന്നത് നല്ല രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ ഉണ്ടെന്നുള്ള കാര്യമൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. തന്നെ ജോബ് റൊട്ടേഷനും എൻറിച്ച്മെന്റും എൻലാർജ്മെന്റും ഒക്കെയാണ് ജസ്റ്റ് ചെറുതായിട്ടൊക്കെ ഡിസ്കസ് ചെയ്ത്. ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ജോബ് എടുത്ത ലാസ്റ്റ് എടുത്തല്ലേ ജോബ് അനാലിസിസിൽ വരുന്ന ഭാഗങ്ങളൊക്കെയാണ് പഠിച്ചത്. അവിടെ നമ്മൾ ജോബ് അനാലിസിസിന്റെ സ്പെഷ്യൽ കാര്യങ്ങൾ സെപ്പറേഷൻ ആയിട്ടുള്ള ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ജോബ് ഡിസ്ക്രിപ്ഷനും ജോബ് സ്പെസിഫിക്കേഷനും അതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അല്ലെ, ജോബിന്റേതായിട്ടുള്ള തൊഴിലാളിയുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ എടുത്തു പറയുന്നുണ്ട്. പിന്നെ ജോലിയെ കുറിച്ചിട്ട് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ടൊക്കെ എടുത്തു പറയാം. ഓക്കെ, ചെറിയൊരു ഐഡിയ കിട്ടിയോ? ഇൻട്രൊഡക്ഷന്റെ ചെറിയ റിവിഷൻ കിട്ടിയോ? ഓക്കെ, നമ്മൾ ഒന്നുകൂടി ആ ഒരു ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ എടുത്ത് കവർ ചെയ്തു. താങ്ക് യു. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയ ചാപ്റ്റർ ആയിട്ട് വരാം. ഈ ചാപ്റ്റർ അവസാനിപ്പിക്കാലോ? നമുക്ക് സമയം ഉണ്ടെങ്കിൽ ആ ടൈമില് അല്ലെ, എക്സാം ടൈമില് സമയം ഉണ്ടെങ്കിൽ നമുക്ക് പോകാം. ഓക്കെ, താങ്ക് യു.